ഈ അടുത്ത് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിന്റെ അപ്പുറവും ഇപ്പുറമുള്ള ആൾക്കാര് പൊതുവെ ബംഗ്ലാദേശികൾ ഇന്ത്യയിലോട്ട് വരുന്നുണ്ട് എന്നൊരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെന്റ് അവിടുത്തെ നമ്മുടെ ബോർഡറിലുള്ള പോലീസിന്റെ കൂടെ ഒരു ഐഡിയ ചിന്തിക്കുന്നുണ്ട്. ഐഡിയ എന്താന്ന് ഉം. വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിന്റെ അവിടെയുള്ള നദികളിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള വാട്ടർ ബോഡീസിൽ മുതലകളെയും പാമ്പുകളെയും വിന്യസിപ്പിക്കുക എന്നുള്ളതാണ് ഐഡിയ. അപ്പൊ ഉം. ഇതിനെപ്പറ്റി ഒരു കമന്റേറ്റർ റീസെന്റ്ലി പറയുണ്ടായി. ഇപ്പൊ ആരെങ്കിലും ക്രോസ് ചെയ്യാണ് നദീന്റെ അടുത്ത് കൂടെ പോവാണെങ്കിൽ പാമ്പോ മുതലയോ അവരെ കടിക്കുമ്പോൾ അത് ബംഗ്ലാദേശിയാണോ ഇന്ത്യക്കാരനാണെന്ന് പാമ്പിനും മുതലയ്ക്കും അറിഞ്ഞുകൂടല്ലോ. ഉം. ഇതുപോലത്തെ പല വിരോധാഭാസങ്ങളും തമാശകളും കുറേ ഡിസ്കഷൻസും വെറുപ്പുകളും ദേഷ്യവും ഒക്കെ നിറഞ്ഞൊരു കോൺവെർസേഷനാണ് പലപ്പോഴും കുടിയേറ്റം എന്ന വിഷയത്തെപ്പറ്റിയുള്ള കോൺവെർസേഷൻ, അല്ലെങ്കിൽ മൈഗ്രേഷൻ എന്ന വിഷയത്തെപ്പറ്റിയുള്ള കോൺവെർസേഷൻ. നമുക്കറിയാം, യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഇത് വലിയ ഡിസ്കഷനാണ്. ഇപ്പം കേരളത്തിലൊരു ഡിസ്കഷനാണ് ഇതിനെപ്പറ്റി. റീസെന്റ് നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഒരു കാര്യം പറയുകയുണ്ടായി. ഇത് കേരളത്തിലേക്ക് ഒത്തിരി നോർത്ത് ഇന്ത്യൻ തൊഴിലാളികൾ കടന്നു വരുന്നുണ്ട് മൈഗ്രൻസ് ആയിട്ട്. അവരിവിടെ വരുന്നത് കൊണ്ട് കേരളത്തിന് ഒത്തിരി നഷ്ടമാണ്. കാരണം അവരിവിടുന്ന് അവർ നേടുന്ന പൈസ, അവരുടെ വരുമാനം കേരളത്തിൽ മുടക്കുന്നില്ല, കൂടുതലും വീട്ടിലേക്കാണ് അയക്കുന്നതാണ് വി ഡി സതീശൻ പറഞ്ഞത്. CMID ഉം. എന്നൊരു ഓർഗനൈസേഷൻ ഇതിനെപ്പറ്റി ഈയിടെ പറഞ്ഞിരുന്നു. അവർ ഇതിനകത്ത് റിസർച്ച് നടത്തൊരു ഓർഗനൈസേഷനാണ്. അവർ പറഞ്ഞു, അങ്ങനെയല്ല, ഇവിടെയുള്ള നമ്മുടെ അതിഥി തൊഴിലാളികൾ അവർ ഏകദേശം 25% അവരുടെ വരുമാനം കേരളത്തിൽ തന്നെയാണ് മുടക്കുന്നത്. അതുകൊണ്ട് കേരളത്തിന് ഗുണമേ ഉള്ളൂ. ഇങ്ങനെ പല ഉം. കോൺവെർസേഷൻസ് മൈഗ്രേഷനെ പറ്റി നടക്കാറുണ്ട്. ഇന്ന് ഈ എപ്പിസോഡിൽ മൈഗ്രേഷനെ പറ്റി സംസാരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നമസ്കാരം. എല്ലാവർക്കും നയദൃഷ്ടി പോഡ്കാസ്റ്റിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. എൻ്റെ കൂടെയുള്ളത് സോനൽ. അപ്പോൾ സോനൽ പറഞ്ഞതുപോലെ ഈ ആഴ്ച നമ്മൾ മൈഗ്രേഷനെ പറ്റിയിട്ടാണ് ഒന്ന് സംസാരിക്കാം എന്നൊക്കെ വിചാരിച്ചത്. ഇത് അഗെയിൻ മൈഗ്രേഷൻ, മൈഗ്രൻസ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു പ്രശ്നകരമായ വിഷയമാണ്. ലോകം മുഴുവൻ ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. സോനൽ പറഞ്ഞതുപോലെ US-ലും യൂറോപ്പിലൊക്കെ ഇത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. US-ലൊക്കെ നമ്മളിപ്പോൾ കണ്ടു ഈ അടുത്ത് ഐസ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനൊക്കെ ട്രംപ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രംപ് സ്റ്റാർട്ട് ചെയ്തതല്ല, നേരത്തെയുള്ള ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു. പക്ഷെ ആ ഒരു ഓർഗനൈസേഷനെ ഉപയോഗിച്ചിട്ട് കുറെ പേര് ഡീപ്പോർട്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കുറെ ഇന്ത്യക്കാരങ്ങനെ ഇല്ലീഗലി ഒക്കെ കടന്നു എന്ന് പറയപ്പെടുന്ന ഇന്ത്യക്കാരെ കുറെ പേരെ ഡീപ്പോർട്ട് ചെയ്തിട്ട് മിലിറ്ററി വിമാനങ്ങളിലൊക്കെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. അവർ മെക്സിക്കോയിൽ ഒരു ബോർഡർ വോളൊക്കെ പണിയണം എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ടു. അതേപോലെ ബ്രിട്ടനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ബ്രെക്സിറ്റ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായത് കുറെ അധികം ഇമിഗ്രൻസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നൊക്കെയുള്ള ആലോചനയിൽ നിന്നാണ്. അപ്പോ ലോകം മുഴുവൻ ഇങ്ങനെ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പാശ്ചാത്യ വികസിത രാജ്യങ്ങളൊക്കെ. അപ്പോ ഇങ്ങനെ ഒരു കത്തി നിൽക്കുന്ന സമയത്ത് നമ്മളും നമ്മളുടെ അഭിപ്രായം പറയാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു എപ്പിസോഡ് ചെയ്തത്. എനിക്ക് തോന്നുന്നു എപ്പോഴും മൈഗ്രേഷനെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരു ട്രൈബൽ ചിന്ത നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാവുന്നുണ്ട്. ഇത് റെവല്യൂഷണറി ആയിട്ട് വരുന്ന ഒരു സംഭവമാണ്. നമ്മളെപ്പോലെ അല്ലാത്തവരെ മാറ്റി നിർത്തുക, അകറ്റി നിർത്തുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കുറച്ചും കൂടി മൈഗ്രേഷന്റെ നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് മൈഗ്രേഷൻ യൂസ്ഫുൾ ആവുന്നത്, ഓപ്പൺ ബോർഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് എന്താണ്, പിന്നെ കേരളത്തിന്റെ മൈഗ്രേഷനിൽ സോനൽ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങളും കൂടി ചർച്ച ചെയ്യാം എന്നുള്ളതാണ് വിചാരിച്ചത്. ഇപ്പൊ സോനൽ തുടക്കം തന്നെ നമ്മൾ രണ്ടുപേരും വിശ്വസിക്കുന്ന ഒരു ഐഡിയ ആണ് ഓപ്പൺ ബോർഡേഴ്സ് എന്നുള്ളത്. ആ ഒരു കോൺസെപ്റ്റിനെ പറ്റിയിട്ട് കൂടുതലൊന്ന് പറയൂ. ഓപ്പൺ ബോർഡേഴ്സ് ഐഡിയ പറയുന്നതിന്റെ മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു 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 കഥ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും 'വരത്തൻ' എന്ന് പറഞ്ഞ സിനിമ മിക്കവാറും കണ്ടിട്ടുണ്ടാവും. ആനന്ദ് കണ്ടിട്ടുണ്ടോ? യാ. കണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഉം. 'വരത്തൻ' എന്ന് പറഞ്ഞ സിനിമ ദിലീഷ് പോത്തനും ഫഹദ് ഫാസിലൊക്കെ അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. അതിനകത്ത് ഉം. ഐശ്വര്യലക്ഷ്മി, അതിനകത്ത് നമ്മുടെ ഡയറക്ട് ചെയ്തിരിക്കുന്നത് അമൽ നീരദാണ്. അപ്പൊ അതിനകത്ത് ഒരു സീനുണ്ട്. അതായത് ഫഹദ് ഫാസിൽ പുറത്തുനിന്ന് വന്നിട്ട് ഒരു ഒരു മലയോര പ്രദേശത്ത് വന്ന് താമസിക്കുകയാണ്. ആ മലയോര പ്രദേശത്തുള്ള അവിടെ തന്നെ ജനിച്ചു വളർന്ന അവിടെ തന്നെ ഒരാളാണ് ദിലീഷ് പോത്തൻ. ഇവർ ഉം. രണ്ടുപേരും ഒരു ദിവസം കാറിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഒരു കാറ് റോഡിന്റെ സൈഡിൽ നിർത്തിയിട്ടുണ്ട്. അതിന് ചുറ്റും കുറെ ആൾക്കാർ കൂടി എന്തോ പ്രശ്നമൊക്കെ നടക്കുന്നു. പെട്ടെന്ന് അപ്പം ദിലീഷ് പോത്തൻ കാർ നിർത്താൻ പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് ഈ പ്രശ്നത്തിൽ ഇടപെടുന്നു. പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പുരുഷനും സ്ത്രീയും ഒരു കാറിലിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആൾക്കാർ ഇത് അനാശാസ്യമാണ്, ഇവിടെ ഒരു സൊള്ളുകയാണ്, അവരെന്തൊക്കെയോ ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ പ്രശ്നം. എന്നിട്ട് ആ ചെക്കനെ കയറി ഉം. എല്ലാവരും കൂടെ അടിക്കുന്നു. ആ സ്ത്രീന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് ക്യാമറയൊക്കെ വെച്ച് അവരെ ഹരാസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഫുൾ പ്രശ്നം. അങ്ങനെ എന്തൊക്കെയൊക്കെയോ സോൾവ് ഒക്കെ ചെയ്ത് അയാളുടെ കയ്യിൽ നിന്ന് കുറെ പൈസയൊക്കെ തട്ടിപ്പിടിച്ച് അവരവരെ പറഞ്ഞു വിട്ടു. എന്നിട്ട് ഉം. ഇതെല്ലാം ഫഹദ് ഫാസിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ദിലീഷ് പോത്തൻ തിരിച്ച് കാറിൽ വന്ന് കയറി. അപ്പം ദിലീഷ് പോത്തൻ പറഞ്ഞു, ഇവനൊക്കെ വേറെ വല്ല സമയത്താണ് വന്ന് ഇവനെ മലയിറങ്ങാൻ സമ്മതിക്കൂല എന്നൊക്കെ ഫുൾ തഗ് ഡയലോഗ്സ്, റൈറ്റ്? അപ്പോൾ ഫഹദ് ഫാസിൽ വളരെ കാമായിട്ട് പറഞ്ഞു, ഈ കാണുന്ന മണ്ണും മലയെല്ലാം ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടിയാണെന്നൊരു ഡയലോഗ് പറഞ്ഞു. എന്നിട്ട് അവർ ഉം. പോവാണ്. എനിക്ക് തോന്നുന്നു ആ സിനിമയിലെ തന്നെ ഏറ്റവും
ഇമ്പോർട്ടന്റ് ആയ സീനുകളിൽ ഒന്നാണത്. ഉം. ആ സിനിമയിൽ അങ്ങനെ പറയുന്ന പോലെ നമ്മുടെ ഈ ലോകത്തുള്ള എല്ലാ മണ്ണും, മലയും, കാടും, മേടും, എന്താ പറയാ പുല്ലും, നദികളും, മരങ്ങളും എല്ലാം ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടിയിട്ടാണല്ലേ. ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഇതെല്ലാം ഉള്ളത് മനുഷ്യർക്കും നമ്മളെല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടി ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതെല്ലാം. റൈറ്റ്. നമ്മൾ ഉം. ഇന്ന് ലോകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിർത്തികൾ കുറേയുണ്ട്. റൈറ്റ്. അത് നമ്മളിന്ന് മോഡേൺ ലോകത്ത് നോക്കുമ്പോൾ രാജ്യങ്ങളുണ്ട്. നമ്മൾ നേഷൻ സ്റ്റേറ്റ്സ് എന്നൊക്കെ പറയും. ഇതിനെല്ലാം അതിർത്തികളുണ്ട്. ഈ അതിർത്തികളുള്ളത് നല്ല കാര്യമാണ്. അതിർത്തികൾക്കുള്ളിലാണ് നമുക്ക് ഗവൺമെന്റ് ഉള്ളത്, അല്ലെങ്കിൽ നിയമങ്ങളുള്ളത്. പല ആർമിയുടെയും പോലീസിന്റെയും ഒക്കെ ജൂറിസ്ഡിക്ഷൻസ് ഉള്ളത്. ഇതൊരു നല്ല കാര്യമാണ്. പക്ഷേ ഈ അതിർത്തിക്ക് അപ്പുറവും ഇപ്പുറവും ഉള്ള ആൾക്കാർക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ട്രാവൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഒരുക്കുക എന്നൊരു ഐഡിയയ്ക്കാണ് നമ്മൾ ഓപ്പൺ ബോർഡേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തുറന്ന അതിർത്തികൾ എന്നർത്ഥം വരുന്ന ഐഡിയ പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉം. ഈ ഐഡിയ കേൾക്കുന്നത് ബ്രയൻ കപ്ലൻ എന്ന് പറഞ്ഞൊരു എക്കണോമിസ്റ്റിന്റെ അടുത്താണ്. ബ്രയൻ കപ്ലനെ പറ്റി എന്നോട് സംസാരിച്ചതും കൂടുതൽ പറഞ്ഞതൊക്കെ ആനന്ദാണ്. ആനന്ദ് അദ്ദേഹത്തെ കണ്ടിട്ടും അദ്ദേഹം ടോക്സ് അറ്റൻഡ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഓപ്പൺ ബോർഡേഴ്സ് ഒരു ബുക്കുണ്ട്. ഒരു കോമിക് ബുക്കാണ്. അതിനകത്തുനിന്നാണ് ഞാൻ ഓപ്പൺ ബോർഡേഴ്സ് ഐഡിയയെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതൊക്കെ. അപ്പൊ നമ്മൾ ഇന്ന് ലോകത്ത് നോക്കുമ്പോൾ ഒത്തിരി ദാരിദ്ര്യവും പട്ടിണിയും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന കുറെ രാജ്യങ്ങളുണ്ട്. ഉം. പക്ഷേ സമ്പന്നമായിട്ടുള്ള വേറെ രാജ്യങ്ങളുമുണ്ട്. ഈ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു എളുപ്പത്തിലുള്ളൊരു മാർഗ്ഗം, അല്ലെങ്കിൽ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമ്പന്നമായ രാജ്യത്തിലേക്ക് കുടിയേറുക എന്നുള്ളതാണ്. റൈറ്റ്. അവിടെ ഉം. പോവുകയാണെങ്കിൽ അവിടുത്തെ ജോലി സാധ്യതകളും കാര്യങ്ങളൊക്കെ അവർ ഏറ്റെടുക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനകത്ത് അവർ ഉപയോഗിക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ സാമ്പത്തികമായിട്ടൊരു ഉന്നമനം ഉണ്ടാവും എന്നുള്ളതാണ് അതിന്റെ ഐഡിയ, ഓപ്പൺ ബോർഡേഴ്സിന്റെ ഐഡിയ. അപ്പം പലരും ഈ സമ്പന്ന രാജ്യങ്ങളിൽ ഇപ്പം പറയാവുന്നൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാരിദ്ര്യമായ രാജ്യത്ത് ഇങ്ങനെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ആൾക്കാരുടെ കഷ്ടപ്പാടും സംഭവമൊക്കെ നമ്മളെന്തിന് ഏറ്റുപിടിക്കണം? റൈറ്റ്. അല്ലെങ്കിൽ ഉം. നമ്മളവരെ എന്തിന് ടേക്ക് കെയർ ചെയ്യണം എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പൊ ഇതിനകത്ത് ഓപ്പൺ ബോർഡേഴ്സിന്റെ ഐഡിയയിൽ നമ്മൾ ആരെയും ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ഐഡിയ അല്ല. മറിച്ച് ഉം. ഇപ്പം എനിക്കിപ്പം ഒരു ജോലി അമേരിക്കയിൽ ഒരു കമ്പനി ഓഫർ ചെയ്തു. എനിക്ക് അമേരിക്കയിലോട്ട് ഞാൻ പോവാൻ നോക്കുകയാണെങ്കിൽ അവിടെയുള്ള ഒരാൾക്ക് എന്റെ ജോലി ആവശ്യമുണ്ട്, എന്റെ സ്കിൽസ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എന്റെ കൈ ആവശ്യമുണ്ട്, എന്റെ കാല് ആവശ്യമുണ്ട്, എന്റെ ബുദ്ധി ആവശ്യമുണ്ട്. അപ്പം എനിക്ക് അങ്ങോട്ടേക്ക് കുടിയേറാൻ പറ്റുമോ? അപ്പൊ അതിന് ഞാൻ ആദ്യം ഒരു വിസ എടുക്കണം. H-1B വിസയുണ്ട്. അതിന് ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. അതിന് ഞാൻ എന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇത്ര ബാലൻസ് ആഡ് ചെയ്യണം. ഫുൾ പ്രൊസീജിയറാണ്. എല്ലാം കഴിഞ്ഞിട്ട് കിട്ടണം എന്ന് ഒരു ഉറപ്പുമില്ല. അപ്പോ ഉം. ഇങ്ങനത്തെ തടസ്സങ്ങൾ നമ്മൾ ആൾക്കാർക്ക് ഒരു ഫ്രീ ആയിട്ടുള്ള കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട ഒരാൾക്ക് അങ്ങോട്ടേക്ക് കുടിയേറി അവിടെ ഒരു ജോലി ചെയ്യാൻ നമുക്ക് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഓപ്പൺ ബോർഡേഴ്സിനെതിരായി വരുന്നൊരു പ്രശ്നം. അതായത് ഓപ്പൺ ബോർഡേഴ്സ് നമ്മൾ ഉം. സമ്മതിക്കണം. ആൾക്കാർ ഫ്രീ ആയിട്ടൊരു കോൺട്രാക്റ്റിന്റെ മുകളിൽ ജോലി ചെയ്യാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോവുകയാണ്. റൈറ്റ്. അപ്പം ഉം. എനിക്ക് ഇവിടെ ഒരാളെ ജോലിക്ക് വേണം. ഞാൻ വേറൊരു രാജ്യത്ത് ഒരാളെ ഇവിടെ ജോലിക്ക് വിളിക്കാനാണെങ്കിൽ എന്റെ എന്റെ ജോലി അയാൾക്ക് കൊടുക്കുന്നു. അയാൾക്ക് അതിനൊരു ഇൻകം കൊടുക്കുന്നു. അതിന് നമ്മൾ എന്തിന് തടസ്സം വെക്കണം? ഇതാണ് ഓപ്പൺ ബോർഡേഴ്സിന്റെ ഐഡിയ. അപ്പം ഈ ലോകത്തുള്ള ഒത്തിരി കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന രാജ്യങ്ങളിലുള്ള ആൾക്കാർക്ക് അവർക്ക് ഉയരാനും സാധ്യതകൾ നേടാനും, ജോലികൾ നേടാനും, സമ്പന്നരാവാനും ഉള്ളൊരു ഒരു നല്ല വഴിയാണ് ഈ ഓപ്പൺ ബോർഡേഴ്സ് എന്നുള്ളത്. അപ്പൊ ധാർമ്മികമായി നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് ആൾക്കാരെ പല രാജ്യങ്ങളിലേക്കും നമ്മള് ഇൻവൈറ്റ് ചെയ്യാനും, അങ്ങനെ ബോർഡേഴ്സ് നമ്മൾ ഓപ്പൺ ആക്കി വെക്കാനും. റൈറ്റ്. 2017 ഒരു 1500ഓളം എക്കണോമിസ്റ്റുകൾ യുഎസ് പ്രസിഡന്റിന് ഒരു ലെറ്റർ എഴുതി. റൈറ്റ്. വളരെ ലെജൻഡറി ആയിട്ടുള്ള ലെറ്ററാണത്. ആ ലെറ്ററിൽ അവർ പറയുന്ന കാര്യം യുഎസ് എന്ന് പറഞ്ഞ കൺട്രി ഉണ്ടായിരിക്കുന്നത് തന്നെ മൈഗ്രേഷന്റെ പുറത്താണ്. റൈറ്റ്. അപ്പൊ നമ്മൾ യുഎസിൽ നോക്കുകയാണെങ്കിൽ പല സിഇഒസും വലിയ കമ്പനിയുടെ സിഇഒസ് ഒക്കെ ഇന്ത്യക്കാരാണ്. റൈറ്റ്. ഇപ്പൊ ഗൂഗിളിന്റെ സുന്ദർ പിച്ചായി എടുക്കാം, അല്ലെങ്കിൽ സത്യ നടേല എന്ന ആളെടുക്കാം. അങ്ങനെ പലരും ആം, ഇന്ത്യൻ മൈഗ്രൻസ് ആയിട്ടുള്ള അവിടെ സിഇഒസ് ആണ്. അല്ലെങ്കിൽ നമ്മളിപ്പം ടെസ്ലയുടെ എലോൺ മസ്കിനെ എടുത്തോ, അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ മെറ്റയുടെയൊക്കെ മാർക്ക് സക്കർബർഗിനെ എടുക്കാനുള്ള അവരും പഴയ മൈഗ്രൻസിന്റെ മക്കളാണ് അല്ലേ. അവര് ജർമ്മൻ ഉം. ഡിസെന്റ് ഉള്ളവരും, ജൂയിഷ് ഡിസെന്റ് ഉള്ളവരും, ഐറിഷ് ഡിസെന്റ് ഉള്ളവരും ഒക്കെ ഉള്ള ആൾക്കാരാണ്. റൈറ്റ്. അപ്പൊ അങ്ങനെ മൈഗ്രൻസിന്റെ പുറത്താണ് ആ കൺട്രി ഉണ്ടായത്. അങ്ങനെ മൈഗ്രൻസിനെ തടഞ്ഞ് ഈ കൺട്രിയുടെ ആ ഒരു ഹിസ്റ്ററി ഉണ്ടായിരുന്ന അഡ്വാൻറ്റേജ് നശിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ള ലെറ്ററാണ് അവർ യുഎസ് പ്രസിഡന്റ് എഴുതിയത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ലെറ്ററാണ്. ഞങ്ങൾ ഷോ നോട്ട്സിൽ ഇടാം. അപ്പോൾ മൈഗ്രേഷന്റെയും ഓപ്പൺ ബോർഡേഴ്സിന്റെയും ഗുണങ്ങളാണ് അവരെ ലെറ്ററിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. റൈറ്റ്. ഇതാണ് ഓപ്പൺ ബോർഡേഴ്സിന്റെ ഐഡിയ. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്പൺ ബോർഡേഴ്സിന്റെ ഐഡിയ ഏറ്റവും മനസ്സിലാക്കാൻ എളുപ്പം ഇന്ത്യക്കാർക്കാണ്. റൈറ്റ്. ഞാൻ ഉം. അതിനൊരു എക്സാമ്പിൾ പറയാം. എനിക്ക് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു എന്നെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു ഫാമിലി കൊച്ചിയിലുണ്ടായിരുന്ന എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫാമിലി. അവരെനിക്ക് ഈ മലബാറി ബിരിയാണി ഇഷ്ടമാണെന്ന് അവർക്കറിയാം. തലശ്ശേരി ബിരിയാണി ഇഷ്ടമാണെന്നറിയാം. അപ്പം അവരവരുടെ വീട്ടിലേക്ക് എന്നെയും കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ ഒരു ഡിന്നറിന് വിളിച്ച സമയത്ത് അവര് ഞങ്ങൾക്ക് അന്ന് ഡിന്നർ തന്നത് തലശ്ശേരി ബിരിയാണിയായിരുന്നു. ഞാൻ വിചാരിച്ചു ഇതാരാ ഉണ്ടാക്കിയെ? കൊച്ചിയിലൊരു വീട്ടില് തലശ്ശേരി ബിരിയാണി, അതും ഒതന്റിക് ടേസ്റ്റുള്ള തലശ്ശേരി ബിരിയാണി. ഞാൻ നോക്കുമ്പോ ഭയങ്കര ടേസ്റ്റ്. ചമ്മന്തിയെല്ലാം അതുപോലെ, നമ്മുടെ സള്ളാസൊക്കെ അതുപോലെ തന്നെ എല്ലാം ഉണ്ട്. അപ്പോ ഞാൻ ചോദിച്ചപ്പോ ഇത് ആക്ച്വലി ഉണ്ടാക്കിയത് ഒരു വെസ്റ്റ് ബംഗാളിൽ നിന്ന് വന്നിട്ടുള്ള അവരുടെ ആ വീട്ടിൽ നിൽക്കുന്ന മെയ്ഡാണ് സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഉം. ഇവരിതിനു മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്
ഒരു മലബാറിലുള്ളൊരു വീട്ടിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. അവിടുന്ന് ഇവര് ഈ റെസിപ്പി പഠിച്ചു. ഓക്കെ. അപ്പൊ നമ്മള് നോക്കുമ്പോ നമ്മുടെ രാജ്യത്തേക്ക് നമ്മുടെ സംസ്ഥാനത്തേക്ക് പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാര് വരുന്നുണ്ട്. ഏ. അതേപോലെ തന്നെ ഇന്ത്യ നമ്മള് മൊത്തമായിട്ട് എടുക്കുമ്പോൾ കേരളം പോലെ ഒട്ടുമല്ല തമിഴ്നാട്. തമിഴ്നാട് പോലെ ഒട്ടുമല്ല കർണാടക. കർണാടക പോലെ ഒട്ടുമല്ല വെസ്റ്റ് ബംഗാൾ. അതുപോലെ ഒട്ടുമല്ല ജമ്മു ആൻഡ് കാശ്മീർ. അത്രയും ഒട്ടുമല്ല മണിപ്പൂര്, മേഘാലയ എന്ന് നോക്കുമ്പോൾ. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം പല ചെറിയ ചെറിയ രാജ്യങ്ങൾ കൂടി നമ്മളതിനെ സംസ്ഥാനങ്ങൾ എന്ന് വിളിക്കുന്നു. ഭയങ്കര ലിംഗ്വിസ്റ്റിക്കലി നമ്മുടെ ഭാഷപരമായിട്ടും, കൾച്ചർ പരമായിട്ടും, ഫുഡ് പരമായിട്ടും, വേഷം പരമായിട്ടും, മതപരമായിട്ടും, കാസ്റ്റ് പരമായിട്ടും എല്ലാം ഡിഫറന്റ് ആയ സ്ഥലങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്നൊരു സംഘമാണ്. റൈറ്റ്. ഇപ്പൊ ഓപ്പൺ ബോർഡേഴ്സ് എന്ന് ബേസിക്കലി പറഞ്ഞാൽ തമിഴ്നാട്ടിലുള്ളവർക്ക് കേരളത്തിൽ വരാം, കേരളത്തിലുള്ളവർക്ക് തമിഴ്നാട്ടിൽ പോകാം. നമുക്ക് പ്രത്യേകിച്ച് പെർമിഷനുകൾ വേണ്ട. ഇത് തന്നെ രാജ്യങ്ങളുടെ ഇടയ്ക്കും ഒരു പരിധി വരെ നമ്മൾ സമ്മതിക്കുക. അല്ലെങ്കിൽ മാക്സിമം നമ്മൾ അനുവദിക്കുക എന്നുള്ളതാണ് ഓപ്പൺ ബോർഡേഴ്സിന്റെ ഐഡിയ. സോ ഇന്ത്യയിൽ എന്ത് നമ്മൾക്ക് ഇന്ത്യ എന്ന രാജ്യത്തെ ഒരുമിച്ച് നമുക്കങ്ങനെ നിർമ്മിക്കാൻ സാധിച്ചോ അത് തന്നെ നമുക്ക് ലോകത്തിൽ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ പല അഡ്വാൻറ്റേജസും നമുക്കുണ്ട് എന്നുള്ള ഐഡിയ ആണ് ഓപ്പൺ ബോർഡേഴ്സിന്റെ ഐഡിയ. യാഹ്! ഓക്കെ. എനിക്ക് തോന്നുന്നു സോനൽ പറഞ്ഞതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് പോയിന്റ്സ് ആണ്. നമുക്ക് കുറച്ച് എക്കണോമിക് പോയിന്റ്സും കൂടി നോക്കാം. എന്തുകൊണ്ടാണ് യാഹ്! മൈഗ്രേഷൻ നല്ലത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ജനറലി എനിക്ക് മൈഗ്രേഷനെ പറ്റിയിട്ട് പറയാനുള്ള ഒരു കാര്യം, നമുക്കാദ്യം എക്കണോമിക്സ് പരമായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ നോക്കാം. എന്നിട്ട് അതിലേക്ക് വരാം. കാരണം എക്കണോമിക്സ് എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രം പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്ത് മുഴുവൻ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സേ ഉള്ളൂ. റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള റിസോഴ്സ് ആണ് എക്കണോമിക്സ് പറയുന്നത്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ. അതായത് ഉം. സ്ഥലം, തൊഴിലാളികള്, മൂലധനം. ഇത് 3ഉം ആണ് റിസോഴ്സ് ആയിട്ട് പറയുന്നത്. ഇത് ഉം. ലോകത്ത് ഭയങ്കര ലിമിറ്റഡ് ആയിട്ടാണുള്ളത്. നമ്മുടെ കയ്യിൽ എല്ലാവരുടെയും ഇൻഫിനിറ്റ് ആയിട്ട് ലാൻഡോ, ലേബറോ അല്ലെങ്കിൽ ക്യാപിറ്റലോ ഒന്നുമില്ല. എല്ലാം ഉം. ലിമിറ്റഡ് ആയിട്ടാണുള്ളത്. അപ്പൊ ഈ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ട് എങ്ങനെയാണ് മനുഷ്യന് ആവശ്യകരമായിട്ടുള്ള കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ശാസ്ത്രമാണ് എക്കണോമിക്സ് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോ ഇതില് ഓരോ എക്കണോമിസ്റ്റിന്റെയും അവസാനത്തെ ലക്ഷ്യം അല്ലെങ്കിൽ അവരൊക്കെ എയിം ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിസോഴ്സ് ഒക്കെ എങ്ങനെ അതിന്റെ മാക്സിമം വാല്യൂവിൽ ഉപയോഗിച്ചിട്ട് മാക്സിമം പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. ഉം. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ ഈ ലേബർ എന്ന് പറഞ്ഞ കാര്യം, ഈ തൊഴിലാളികളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിസോഴ്സ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ ലാൻഡും ക്യാപിറ്റലൊക്കെ ഉപയോഗിച്ചിട്ട് അവസാനം എങ്ങനെയാണ് ഒരു ഫിനിഷ് പ്രൊഡക്റ്റ് ആക്കുന്നത് എന്നുള്ളത് ലേബർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഉം. ഈ ലേബറിന് ഏറ്റവും ഹയസ്റ്റ് വാല്യൂലേക്ക് കൊണ്ടുപോകുന്നത് എപ്പോഴും മൈഗ്രേഷൻ വഴിയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾക്കിപ്പോൾ പലയിടത്തും ഡിഫറെന്റ് വാല്യൂ ആയിരിക്കും ഓരോ കാര്യത്തിനും ഉണ്ടാവുക. ഇപ്പോ അതിന് പ്ലേസ് പ്രീമിയം എന്നൊക്കെ പല എക്കണോമിസ്റ്റുകളും പറയാറുണ്ട്. ഓരോ സ്ഥലത്തിനും ഓരോ ലേബറിനും ഓരോ ഡിഫറെന്റ് വാല്യൂ ആണ് എന്നൊക്കെ ഉള്ളതാണ്. ഇപ്പോ ഉം. ഇന്ത്യയിലുള്ള സെയിം വാല്യൂ ആയിരിക്കില്ല യുഎസിൽ ഒരു ആൾ പോയി വർക്ക് ചെയ്യുമ്പോഴുള്ള വാല്യൂ എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം. കാരണം ഉം. യുഎസിൽ കുറച്ചും കൂടി നല്ല പ്രൊഡക്ഷൻ സിസ്റ്റംസ് ആയിരിക്കും. ഉം. അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല മാർക്കറ്റ് ആയിരിക്കും. കുറച്ചും കൂടി നല്ല ടെക്നോളജികൾ ഉണ്ടാവും. ഉം. അതൊക്കെ വഴി ചിലപ്പോൾ അയാൾക്ക് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റുന്നതും കൂടുതൽ കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതും യുഎസിൽ പോകുമ്പോഴായിരിക്കും ഇന്ത്യയിൽ നിൽക്കുന്നതിനേക്കാളും എന്നുള്ളതാണ് എൻ്റെ ഒരു ഉം. അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ ഇത് ആക്ച്വലി രണ്ട് എക്കണോമിസ്റ്റുകൾ, മൈക്കിൾ ക്ലെമൻസ് എന്ന് പറഞ്ഞതും ലാൻ പ്രിച്ചറ്റ് എന്ന് പറഞ്ഞൊരു എക്കണോമിസ്റ്റും കൂടിയിട്ടാണ് ഈ പ്ലേസ് പ്രീമിയം എന്ന് പറഞ്ഞൊരു വാക്ക് കൊണ്ടുവരുന്നത്. ഉം. അവർ പറയുന്നത് സെയിം സ്കിൽ സെറ്റ്സ് ഉള്ള, സെയിം എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള, സെയിം സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള രണ്ടുപേരെ എടുത്തു കഴിഞ്ഞാൽ ഒരാൾ ഇന്ത്യ പോലത്തെ ഒരു ഡെവലപ്പിംഗ് രാജ്യത്ത് വർക്ക് ചെയ്യുന്നതും യുഎസ് പോലത്തെ ഒരു ഡെവലപ്ഡ് രാജ്യത്ത് വർക്ക് ചെയ്യുന്നതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഉം. യുഎസിന് കുറച്ചും കൂടി പ്രീമിയം കൂടുതലാണ്. യുഎസിൽ വർക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ഇൻകം ഏൺ ചെയ്യാൻ സാധ്യതയുണ്ട്. സെയിം ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർ തന്നെ എടുത്തു കഴിഞ്ഞാൽ എന്നുള്ളതാണ് ഇവർ ഉം. പറയുന്നത്. ഉം. അപ്പോൾ ഇതിന് കുറെ ഇൻട്രസ്റ്റിംഗ് വേറെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ റീസെന്റ് ഒരു വേൾഡ് ബാങ്കിന്റെ ഒരു സ്റ്റഡി വായിക്കായിരുന്നു. മൈഗ്രൻസ് റെഫ്യൂജീസ് സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു സ്റ്റഡി. ഉം. 2023 വന്നൊരു സ്റ്റഡിയാണ്. അത് ഞാൻ ഷോ നോട്ട്സിൽ ഷെയർ ചെയ്യാം. അതിൽ പറയുന്നത് ഇന്ത്യ എന്നുള്ളൊരു ലോ സ്കിൽഡ് ആയിട്ടുള്ള ഒരാള് ഉം. യുഎസിൽ പോയി കഴിഞ്ഞാൽ അയാളുടെ സാലറി 5 ഇരട്ടിയോളം വർദ്ധിക്കും എന്നുള്ളതാണ്. ഉം. ഉം. അതായത് വേറെ ഒന്നും ചെയ്യേണ്ട, വേറെ അഡീഷണൽ ട്രെയിനിങ് ഒന്നും അറ്റൻഡ് ചെയ്യേണ്ട. സെയിം സ്കിൽ ലെവലിൽ യുഎസിൽ പോകുമ്പോൾ 5 ഇരട്ടി സാലറി വർദ്ധിക്കുന്നുണ്ട്. ഉം. അപ്പോൾ യുഎസിന് എന്തോ ഒരു സംഭവം ഉണ്ട് കുറച്ചും കൂടി വാല്യൂ തരുന്നത്, ഉം. കുറച്ചും കൂടി ഒരു പ്ലേസ് പ്രീമിയം ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇൻട്രസ്റ്റിംഗ്ലി ആ സെയിം സ്റ്റഡിയിൽ ഇന്റേണൽ മൈഗ്രേഷനും ഇന്റർനാഷണൽ മൈഗ്രേഷനും അവർ കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനതൊരു ഗ്രാഫ് കാണിച്ചു തരാം. ഇത് ആവറേജ് ആണ്, ലോ സ്കിൽഡ് വർക്കേഴ്സ് ഒന്നും അല്ല. ഉം. ജനറലി എല്ലാ സ്കിൽ ലെവൽസിലുള്ള വർക്കേഴ്സിനെ എടുത്തിട്ടാണ്. ഉം. അതിൽ പറയുന്നത് ഇന്ത്യയുടെ ഉള്ളിൽ ഇന്റേണൽ മൈഗ്രേഷൻ നടത്തുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 40% ഒക്കെയാണ് സാലറി ഇൻക്രീസ് ഉണ്ടാകുന്നത്. ഉം. അതേസമയം ഇന്റർനാഷണൽ മൈഗ്രേഷനൊക്കെ എടുക്കുമ്പോൾ 120%-ഓളം സാലറിയിൽ ഇൻക്രീസ് ഉണ്ടാവുന്നുണ്ട് ഒരു ഇന്ത്യക്കാരൻ എന്നുള്ളതാണ്. അപ്പോൾ ഉം. എനിക്ക് തോന്നുന്നു ഓരോ ആൾക്കാരുടെയും മാക്സിമം വാല്യൂവിലേക്ക് എത്താൻ വേണ്ടിയിട്ടും ഓരോ ആൾക്ക് മാക്സിമം ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നല്ലത് മൈഗ്രേഷൻ ആണ് എന്നാണ് എക്കണോമിക്കലി പറയുന്നത്.
ഇപ്പൊ ഉം. സോനൽ പറഞ്ഞതുപോലെ ഒരു പാവപ്പെട്ട രാജ്യത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ഈ ഡെവലപ്ഡ് രാജ്യങ്ങൾ അവരുടെ ബോർഡേഴ്സ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്നൊക്കെ ഉള്ളതായിരിക്കും. എനിക്ക് തോന്നി മൈക്കിൾ ക്ലെമൻസ് തന്നെ എവിടെയോ പറയുന്നുണ്ട്. അതായത് ഓപ്പൺ ബോർഡേഴ്സ് ആക്കി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലൊരു ഡെവലപ്മെന്റ് പോളിസി ഒരു ഡെവലപ്ഡ് രാജ്യത്തിന് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ ഉള്ളത്. പുള്ളി അത് റീസെന്റ് ഹൈറ്റിയിലൊക്കെ ഒരു ഹൈറ്റി എന്ന് പറഞ്ഞ രാജ്യത്ത് ഒരു ഭൂമികുലുക്കം ഉണ്ടായിട്ട് കുറെ പേരൊക്കെ അവരുടെ വീടൊക്കെ നഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഉം. യുഎസ് ഒക്കെ കുറെ അധികം പൈസ ഹൈറ്റിയിലേക്ക് അയച്ചു കൊടുത്തിരുന്നു. അപ്പോ ഉം. ഈ ക്ലെമൻസ് പറഞ്ഞത് പൈസ അയച്ചു കൊടുക്കുന്നതിനേക്കാളും നല്ലത് അവിടുത്തെ ഒരു 10 പേർക്ക് ഓപ്പൺ ആയിട്ട് ഇവിടെ വന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കഴിഞ്ഞിരുന്നെങ്കിൽ ഉം. അതാണ് ഫാർ ബെറ്റർ ഒരു സിറ്റുവേഷൻ ചെയ്യാൻ പറ്റിയിരുന്നത് എന്നൊക്കെയുള്ളതാണ്. അപ്പോ ഉം. പുള്ളി എപ്പോഴും പറയുന്നത് മൈഗ്രേഷൻ ആണ് ഏറ്റവും നല്ലൊരു ഡെവലപ്മെന്റ് പോളിസി എന്നൊക്കെയുള്ളതാണ്. പക്ഷെ ആനന്ദേ പൊതുവേ ഈ ആൾക്കാര് കുറച്ച് ഒബ്ജക്ഷൻസ് ഒക്കെ പറയാറുണ്ടല്ലോ. ഈ എക്കണോമിക്കലി എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. ഞാൻ പൊതുവേ ഉം. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മള് സ്ഥിരം ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ വായിക്കുന്ന ഒരു വാക്കായിരുന്നു ഈ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറഞ്ഞൊരു സംഭവം. അതായത് ഇപ്പം ഉം. കേരളത്തിന്നോ ഇപ്പൊ ഇന്ത്യയിലൊക്കെ ഭയങ്കര ഇത് കേസാണ്. നമ്മുടെ ഇവിടുത്തെ ഐടി പ്രൊഫഷണൽസ് അല്ലെങ്കിൽ വലിയ കോളേജുകളിൽ പഠിക്കുന്ന എനിക്ക് തോന്നുന്നു റീസെന്റ്ലി ഞാൻ അരവിന്ദ് സുബ്രഹ്മണ്യം, ദേവേഷ് കപൂറിന്റെ ഒരു സ്റ്റഡിയിലൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ വലിയ കോളേജിൽ പഠിക്കുന്ന വലിയ റാങ്കോടെ പാസ്സാവുന്ന ആൾക്കാരൊക്കെ ഒരു നല്ല ശതമാനം ആൾക്കാരും വെസ്റ്റേൺ കൺട്രീസിൽ പോയിട്ട് അവിടെയാണ് അവർ സെറ്റിൽ ആവുന്നത്. അപ്പൊ ഇന്ത്യക്ക് അവരുടെ ബ്രെയിൻ കപ്പാസിറ്റി അല്ലെങ്കിൽ അവരുടെ നിന്ന് കിട്ടുന്ന ഗുണങ്ങൾ നഷ്ടപ്പെടുകയല്ലേ? അത് ഇന്ത്യക്ക് നഷ്ടമല്ലേ? അപ്പൊ മൈഗ്രേഷൻ കൊണ്ട് ഏത് കൺട്രിയിൽ നിന്നാണോ വിടുന്നത് അവർക്ക് നഷ്ടമല്ലേ? അവർക്ക് പ്രോബ്ലംസ് അല്ലേ എന്ന് പറയുന്നതിനെ പറ്റി എന്താണ് നിന്റെ അഭിപ്രായം? ഉം. ഈ ബ്രെയിൻ ഡ്രെയിൻ പൊതുവെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലൊക്കെ നമ്മൾ വളർന്നു വരുമ്പോഴൊക്കെ സ്കൂളിലും അങ്ങനെയൊക്കെ കുറെ കേട്ടൊരു വാക്കാണ് ബ്രെയിൻ ഡ്രെയിൻ എന്നുള്ളത്. Yeah. പക്ഷേ പൊതുവെ എനിക്ക് തോന്നുന്നത് അത്ര വാലിഡ് അല്ലാത്തൊരു ആർഗ്യുമെന്റ് ആയിട്ടാണ് തോന്നുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഇതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ കേരളം തന്നെയാണ്. കാരണം കേരളത്തിൽ നിന്ന് കുറെ പേര് മൈഗ്രേറ്റ് ചെയ്തിട്ട് പുറത്ത് പോയിട്ട് അവർ തിരിച്ച് പൈസ അയച്ചു കൊടുക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ. റെമിറ്റൻസസ് എന്നൊക്കെ നമ്മൾ പറയുന്നത് അവർ തിരിച്ച് പൈസ അയക്കുന്നതാണ്. ഉം. അപ്പൊ ഈ റെമിറ്റൻസസ് കേരളത്തിന്റെ എക്കണോമിനെ വളരെയധികം മുന്നോട്ടേക്ക് കൊണ്ടുപോയ ഒരു കാര്യമായിരുന്നു. അപ്പോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഓൾമോസ്റ്റ് ഒരു കൊല്ലം ഇപ്പോ വരുന്ന റെമിറ്റൻസസ് ഒക്കെ കേരളത്തിലേക്ക് 2,00,000 കോടിയോളം ഒക്കെയാണ്. അത് ഉം. നമ്മുടെ ബഡ്ജറ്റിന്റെ ഒരു 25% ഒക്കെ റെമിറ്റൻസസ് ആയിട്ട് വരുന്ന പൈസയാണ്. ഉം. അപ്പൊ നമ്മളുടെ എക്കണോമിനെ നമ്മുടെ ബഡ്ജറ്റിനെ ഒക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് പുറത്തുനിന്ന് വരുന്ന റെമിറ്റൻസസ് ആണ് എപ്പോഴും. അപ്പോ ഉം. അത് കാലാകാലമായിട്ട് അങ്ങനെയായിരുന്നു. നമ്മളുടെ കേരളം പല സോഷ്യൽ സെക്ടറിലൊക്കെ നടത്തിയ മുന്നേറ്റങ്ങൾ റെമിറ്റൻസസിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നടത്തിയ ഒരു സംഭവമാണ്. അപ്പൊ ഉം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കേരളം വളരെ ഡെവലപ്ഡ് ആയത് കുറെ ആൾക്കാർ പുറത്തു പോയി വർക്ക് ചെയ്തിട്ട് അവിടുന്ന് പൈസയൊക്കെ തിരിച്ചയക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴാണ്. വേറൊരു ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിളും കൂടി ഈ ലോകത്തുണ്ട്. അത് പ്യോട്ടോറിക്കോ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അത് കുറെ കാലം ഇൻഡിപെൻഡന്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു. അത് 1898 1898 യു എസിന്റെ ഒരു കോളനി ആവുന്നുണ്ട്. ഉം. 1917 അവിടെയുള്ള ആൾക്കാർക്ക് യു എസ് സിറ്റിസൺഷിപ്പും കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഈസിലി യു എസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനത്തെ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഉം. അപ്പോ സ്റ്റഡീസ് ഒക്കെ കാണിക്കുന്നത് കുറെ അധികം ആൾക്കാർ യു എസിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. പ്യോട്ടോറിക്കോയിൽ അപ്പോൾ ആൾക്കാർ കുറഞ്ഞു. ഈ പറഞ്ഞതുപോലെ ബ്രെയിൻ ഡ്രെയിൻ നടന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം പ്യോട്ടോറിക്കോ ഭയങ്കര ഒരു ഡെവലപ്മെന്റ് പീരീഡിൽ കൂടിയാണ് കടന്നുപോയത്. നമ്മൾ ഉം. യൂഷ്വലി ഏഷ്യൻ ടൈഗേഴ്സ് എന്നൊക്കെ പറയുന്ന രാജ്യങ്ങളുണ്ട്. സൗത്ത് കൊറിയ, ജപ്പാൻ, തായ്വാൻ അങ്ങനത്തെ ഉം. രാജ്യങ്ങളൊക്കെ. ഉം. ഈ രാജ്യങ്ങളൊക്കെ നടത്തിയ അത്രയും ഗ്രോത്ത് പ്യോട്ടോറിക്കോയിൽ ഉണ്ടായിട്ടുണ്ട്. ഉം. ഇത് ആ ഒരു മൈഗ്രേഷൻ ട്രിഗർ ചെയ്തത് കൊണ്ടാണ് അവർ യു എസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാരണമാണ്. ഇത് പലപ്പോഴും റെമിറ്റൻസ് തിരിച്ചയച്ചുകൊണ്ട് മാത്രമൊന്നുമല്ല. കാരണം ഒരു ഇന്ററാക്ഷൻ നടക്കുന്നുണ്ടല്ലോ. അവിടുന്ന് യു എസിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക, യു എസിലെ ടെക്നോളജികളൊക്കെ പ്യോട്ടോറിക്കോയിൽ കൊണ്ടുവരാൻ നോക്കുക. കുറെ ആൾക്കാർ അവിടുന്ന് കുറെ കാലം വർക്ക് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് പ്യോട്ടോറിക്കോയിൽ ബിസിനസ്സുകൾ തുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അവിടുന്ന് വരുന്ന ഐഡിയാസ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുക, നമ്മളൊരു ഇന്ററാക്ഷൻ നടത്തുക, അങ്ങനെയൊക്കെ നമ്മളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യമാണ്. അത് പ്യോട്ടോറിക്കോയിൽ ഉണ്ടായി. വേറൊരു എക്സാമ്പിള് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. തായ്വാനിലൊരു സെമി കണ്ടക്ടർ സ്ഥാപനമുണ്ട്, TSMC എന്ന് പറയുന്നത്. ഉം. അതിന്റെ ഒരു പേര് മറന്നുപോയി. മോറിസ് ചാങ് എന്തോ ആണ് അതിന്റെ ഫൗണ്ടറിന്റെ പേര്. അപ്പൊ പുള്ളി ആക്ച്വലി കുറെ കാലം യു എസിൽ പോയി വർക്ക് ചെയ്ത ആളാണ്. സെമി കണ്ടക്ടേഴ്സിനെ പറ്റിയിട്ടൊക്കെ പഠിച്ചു. അതിനുശേഷം ആള് തിരിച്ച് തായ്വാനിൽ വന്നിട്ട് TSMC പോലത്തെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് അതിപ്പോ ഒരു ഗ്ലോബൽ ലീഡറാണ് സെമി കണ്ടക്ടേഴ്സിലേക്ക്. ഉം. അപ്പൊ ഇങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പ് ആണ് ആൾക്കാർ അവിടെ പോകുമ്പോഴും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മളത് മോശമായി കാണേണ്ട ആവശ്യമില്ല. ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത് ഉണ്ടാവുന്നുണ്ടാവും. പക്ഷേ അതിനേക്കാളൊക്കെ നമുക്ക് കൂടുതൽ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് സ്റ്റഡീസ് ഒക്കെ കാണിക്കുന്നത്. ഉം. 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 യാ. ഓക്കെ. നൈസ്. അപ്പം വേറൊരു പ്രശ്നം പലരും പറയുന്നത് എക്കണോമിക്കലി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഏത് രാജ്യത്തോട്ടാണോ അവര് ചെല്ലുന്നത്, ഇപ്പൊ യുഎസിലേക്ക് കുറെ പേര് വരികയാണെങ്കിൽ, യുഎസിന് അത് കുറെ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നില്ലേ? കുറെ പേരുടെ ജോലി പോകുന്നുണ്ട്. അല്ലെങ്കിൽ കുറെ പേര് ഇപ്പം
അവരൊക്കെ അവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റമോ അല്ലെങ്കിൽ അവിടുത്തെ വെൽഫെയർ സ്കീമുകളൊക്കെ അവർ ആക്സസ് ചെയ്യുന്ന സമയത്ത് അത് യുഎസിന് മുകളിലൊരു ബർഡൻ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിനെ പറ്റി തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ കുറേ ബംഗാളികൾ, കുറേ അസാമീസ് ആൾക്കാർ, കുറേ ബീഹാറി ആൾക്കാർ കേരളത്തിൽ വരുന്നത് നമുക്ക് കുറേ എക്കണോമിക് നഷ്ടം, ഇവിടുന്ന് പൈസ പുറത്തോട്ട് കൊണ്ടുപോകും എന്നുള്ള സാധനമൊക്കെ പറയാറുണ്ട്. റൈറ്റ്? അപ്പം അപ്പം ഹോസ്റ്റ് ചെയ്യുന്ന കൺട്രീസിന്, ഏത് കൺട്രിയിലാണോ വരുന്നത് മൈഗ്രൻസ്, അവർക്ക് കുറേ പ്രശ്നങ്ങളില്ലേ. ഇപ്പം ബംഗ്ലാദേശി മൈഗ്രൻസ് ആസാമിലേക്ക് വരുന്നതിനെതിരായിട്ടൊക്കെ പറയുന്നത് ആ ഒരു ഐഡിയ ആണല്ലോ. അപ്പം ഉം. അതിനെപ്പറ്റി എന്താണ്? അതെങ്ങനെയാണ് അതൊരു പ്രശ്നമല്ലേ? യാ. അഗെയിൻ ഇത് പൊതുവെ എല്ലായിടത്തും ഇപ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നത്തിന്റെ മെയിൻ പോയിന്റ് ഇതാണ്. കാരണം കുറെ മൈഗ്രൻസ് വരുമ്പോൾ നമ്മളുടെ നാട്ടുകാരുടെ നേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ ജോലി നഷ്ടപ്പെടുന്നു. അവർക്ക് അത്ര സാലറി കിട്ടുന്നില്ല. അവരുടെ സാലറി ലെവൽസ് കുറയുന്നു എന്നൊക്കെയുള്ള ആർഗ്യുമെന്റ്സ് ഉണ്ട്. ഒരു പരിധി വരെ ചിലപ്പോൾ ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇമ്മീഡിയറ്റ്ലി ചിലപ്പോൾ കുറച്ച് പേരുടെ സാലറി ഒക്കെ കുറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ലോ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ. പക്ഷെ ജനറലി നമ്മൾ നോക്കുമ്പോൾ ഇതിന് കുറേയധികം സ്റ്റഡീസും കാര്യങ്ങളും ഈ ഒരു പോയിന്റിനെ ചുറ്റിപ്പറ്റിയിട്ടുണ്ട്. ഞാൻ വേറൊരു സ്റ്റഡീനെ പറ്റി പറയാം. ഇത് എക്കണോമിക് ആൻഡ് ഫിസിക്കൽ ഇമ്പാക്ട് ഓഫ് ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് കുറെ കാലത്തെ സ്റ്റഡീസ് ഒക്കെ കമ്പൈൽ ചെയ്തിട്ടുള്ള ഒരു സമ്മറി സ്റ്റഡി പോലെയാണ്. ഇതിൽ പറയുന്നത് മൈഗ്രൻസ് വരുന്നതിനെ കൊണ്ട് നേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ, ആ സ്ഥലത്തുള്ള ആൾക്കാരുടെ സാലറി കുറയുന്ന സാഹചര്യം ഉണ്ടാവുന്നില്ല. വളരെ ഒരു നെഗ്ലിജിബിൾ കുറവ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അവർക്ക് ജോലി പോകുന്ന സാഹചര്യം ഇല്ല എന്നൊക്കെയുള്ളതാണ് ഈ സ്റ്റഡി പ്രധാനമായിട്ടും പറയുന്നത്. ഉം. വേറൊരു കേസ് സ്റ്റഡി നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. മെരിയൽ ബോട്ട് ലിഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു 1980കളിൽ. ഉം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യൂബയിലുള്ള ചില എക്കണോമിക് പ്രശ്നങ്ങളൊക്കെ കാരണം കുറെ ക്യൂബക്കാർ മയാമിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത ഒരു കേസാണ് ഈ മെരിയൽ ബോട്ട് ലിഫ്റ്റ് എന്ന് പറയുന്നത്. ഏകദേശം 1,4 ലക്ഷത്തോളം ആൾക്കാർ മയാമിയിലേക്ക് പെട്ടെന്ന് മൈഗ്രേറ്റ് ചെയ്യുകയുണ്ടായി. അത് കാരണം മയാമിയിലെ വർക്ക് ഫോഴ്സ് 7% കൂടി. അത്രയധികം ആൾക്കാർ പെട്ടെന്ന് മയാമിയിലേക്ക് വന്നപ്പോൾ. ഉം. അപ്പൊ അതിനെ പറ്റിയിട്ട് ഡേവിഡ് കാർഡ് എന്ന് പറഞ്ഞ ഒരു എക്കണോമിസ്റ്റ് ഇതിനെപ്പറ്റി പഠിച്ചിരുന്നു. എന്താണ് അത് ഉണ്ടാക്കിയ ഇമ്പാക്ട് എന്നൊക്കെ. അപ്പൊ ഡേവിഡ് കാർഡ് ഒരു നോബൽ പ്രൈസ് വിന്നിംഗ് എക്കണോമിസ്റ്റ് ഒക്കെയാണ്. അപ്പൊ പുള്ളിയുടെ പഠനത്തിൽ നിന്ന് മനസ്സിലായത് ഇത്രയധികം ആൾക്കാർ പെട്ടെന്ന് മയാമിയിലേക്ക് വന്നിട്ടും കൂടി അവിടെയുള്ള വർക്കേഴ്സിന്റെ ജോലികളൊന്നും പോയിട്ടില്ല. അവരുടെ സാലറി ലെവൽസ് ഒന്നും കുറഞ്ഞിട്ടില്ല എന്നൊക്കെ ഉള്ളതാണ് ഈ സ്റ്റഡിയിൽ വ്യക്തമാക്കിയത്. അപ്പോ ഉം. എനിക്ക് തോന്നുന്നു പലപ്പോഴും ഇത് കുറച്ചൊന്ന് കുറെയൊക്കെ ലോക്കൽ പൊളിറ്റീഷ്യന്മാരും അവരുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടുമൊക്കെ പറയുന്ന ഒരു ആർഗ്യുമെന്റ് ആണ്. ഉം. പക്ഷെ അത്ര വലിയൊരു സയന്റിഫിക് ബാക്കിംഗ് ഇല്ല എന്നുള്ളതാണ് പൊതുവെയുള്ള സ്റ്റഡീസ്. ഉം. വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം, റീസെന്റ് ഇപ്പൊ കുറെ അധികം ആൾക്കാർ യുഎസ് ഡീപ്പോർട്ട് ചെയ്തിരുന്നല്ലോ ഈ ഐസ് എന്ന് പറഞ്ഞ ഉം. സംഘടനയൊക്കെ വന്നതിന് ശേഷം. ഉം. അപ്പോ അതിനുശേഷവും ഒരു സ്റ്റഡി നടന്നിരുന്നു. അപ്പോ ആൾക്കാരെ ഡീപ്പോർട്ട് ചെയ്തതിനെ കൊണ്ട് അവിടെയുള്ളവർക്ക് ജോലി കൂടിയിട്ടുണ്ടാവും എന്നുള്ളതാണ് നമ്മൾ പൊതുവെ വിചാരിക്കുക. പക്ഷെ ഈ സ്റ്റഡി പറയുന്നത് ഓരോ 6 പേരെ ഡീപ്പോർട്ട് ചെയ്യുമ്പോഴും ഒരു ലോക്കൽ അമേരിക്കക്കാരന്റെ ജോലി പോയി എന്നുള്ളതാണ്. ഉം. അതെനിക്ക് അത്ഭുതകരമായിട്ട് തോന്നി. അതെങ്ങനെയാണ് അങ്ങനെ വന്നതെന്ന്. കാരണം ഉം. സീറോ എഫക്റ്റ് അല്ല, ചെറിയ പോസിറ്റീവ് ഇമ്പാക്ട് ഒന്നുമല്ല. പക്ഷെ കംപ്ലീറ്റ് നെഗറ്റീവ് ഇമ്പാക്ട് ആണ് ഇവരെ ഡീപ്പോർട്ട് ചെയ്യുന്നതിനെ കൊണ്ടുണ്ടാകുന്നത്. കാരണം ഉം. നമ്മൾ പലപ്പോഴും ആലോചിക്കില്ല, ഇതൊക്കെ ഒരു ഇന്റർ കണക്റ്റഡ് എക്കണോമിക് സിസ്റ്റം ആണ്. ഉം. ഇവിടെ ഒരു 6 പേർക്ക് ജോലി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ കച്ചവടം തന്നെ ഇല്ലാതെയാവും. ആ ഉം. കച്ചവടത്തിനെ കണക്ട് ചെയ്തിട്ടുള്ള വേറെ എന്തെങ്കിലും ഒരു കച്ചവടം ഇല്ലാതെയാവും. ഉം. അങ്ങനെ ഒരു നെറ്റ് എഫക്ട് എപ്പോഴും നെഗറ്റീവ് ആവാനാണ് സാധ്യത ആൾക്കാർ ഉം. പോകുമ്പോൾ, ഉം. ആൾക്കാരെ ഡീപ്പോർട്ട് ചെയ്യുമ്പോൾ എന്നൊക്കെയുള്ളതാണ് ഈ സ്റ്റഡി പറയുന്നത്. നമ്മളെപ്പോഴും ഈ എക്കണോമിക്സിൽ പൊതുവെ പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സീൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കാണുള്ളൂ. അൺസീൻ ആയിട്ടുള്ള എഫക്ട്സ് എപ്പോഴും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഫെഡറിക് ബാസ്റ്റിനെ പോലത്തെ എക്കണോമിസ്റ്റുകളൊക്കെ പറയാറുണ്ട്. നമ്മൾ ഒരിക്കലും ഈ അൺസീൻ എഫക്ട് കാണില്ല മൈഗ്രൻസ് വരുന്നതിനെ കൊണ്ടുള്ള ഉം. എന്നൊക്കെയുള്ളതാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. മൈഗ്രൻസിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വന്നിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എക്കണോമിക് ഇമ്പാക്ട് ഉണ്ടല്ലോ. അവർ വന്നിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എക്കണോമിക് ഔട്ട്പുട്ട് ഉണ്ട് പല ജോലികളും ചെയ്യുന്നതിനെ കൊണ്ട്. അവരുണ്ടാക്കുന്ന ബിൽഡിങ്സ്, അവർ കൺസ്ട്രക്ട് ചെയ്യുന്ന റോഡ്സ്, ഉം. അതൊന്നും നമ്മൾ ചിലപ്പം കാണാതിരിക്കുകയോ കണ്ടില്ല എന്നടിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ പലപ്പോഴും അതിന്റെ ഇമ്പാക്ട് എന്താണെന്ന് ആലോചിക്കില്ല. ഇപ്പൊ എനിക്കൊന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് പൈസ തിരിച്ചയക്കുന്ന ഒരു കേസ്, അത് ശരിയായിരുന്നെങ്കിലും കൂടി ഈ മൈഗ്രൻസ് ഇവിടെ വന്നിട്ട് ഉണ്ടാക്കിയ കാര്യങ്ങളൊന്നും അവർ ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം എത്ര അധികം വലിയൊരു വർക്ക് ഫോഴ്സ് ആണ് കേരളത്തിലേക്ക് അവർ തരുന്നത്. ഉം. പ്രത്യേകിച്ച് കേരളം ഒരു ഏജിങ് സൊസൈറ്റിയും കൂടി ആവുമ്പോൾ, ഉം. പ്രായമായി വരുമ്പോൾ നമ്മൾക്ക് എന്തായാലും പുറത്തുനിന്നുള്ള ആൾക്കാരുടെ ഒക്കെ സപ്പോർട്ട് വേണ്ടി വരും നമ്മുടെ വർക്ക് ഫോഴ്സ് ഇമ്പ്രൂവ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ മൈഗ്രൻസ് ഇവിടെ വരുന്നത് നമ്മൾ പ്രൊമോട്ട് ചെയ്യാണ് കേരളം ചെയ്യേണ്ടത് എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. അതിനെ എതിർക്കുകയല്ല. ഉം. അങ്ങനെയൊക്കെയാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഞാൻ വേറൊരു എക്സാമ്പിളും കൂടി പറയാം. ആക്ച്വലി ഇപ്പോൾ നമ്മൾ ആൾക്കാരെ ഡീപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നേറ്റീവ് ആയിട്ട് ആൾക്കാരുടെ ജോലി പോകുന്നത് എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരളത്തിലെ എല്ലാ മൈഗ്രൻസിനെയും നമ്മൾ പെട്ടെന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളത്തിലും ഇതേപോലെ കേരളത്തിലെ ആൾക്കാരുടെ ജോലിയും പോകാൻ സാധ്യതയുണ്ട്. കാരണം
കുറേയധികം മൈഗ്രൻസ് ആണ് ഇവിടെ കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഉം. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ വർക്കുകൾ എല്ലാവരും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിലെ എഞ്ചിനീയർമാർക്ക് ചിലപ്പോൾ പണിയൊന്നും ഉണ്ടാവില്ല. ഉം. കാരണം ഇവരാരും പോയിട്ട് കൽപ്പണിയോ അല്ലെങ്കിൽ ഈ കൺസ്ട്രക്ഷൻ വർക്കോ ചെയ്യാനൊന്നും പോകാൻ സാധ്യതയില്ലല്ലോ. അപ്പോൾ Yeah. എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു എക്കണോമിക് സിസ്റ്റമാണ്. എല്ലാവരും അവരുടെ റോള് പ്ലേ ചെയ്യുന്നുണ്ട്. എപ്പോഴും എക്കണോമിക്സിനെ നമ്മളൊരു പോസിറ്റീവ് സം ഗെയിം ആയിട്ട് കാണുക എന്നൊക്കെ പറയാറുണ്ട്. കാരണം രണ്ട് ആൾക്കാർ വോളണ്ടറിലി ആയി ട്രാൻസാക്ട് ചെയ്യുന്ന ഒരു ഇതാണല്ലോ മാർക്കറ്റ് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ എക്കണോമിക്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ രണ്ടുപേരും വോളണ്ടറിലി ട്രാൻസാക്ട് ചെയ്യുമ്പോൾ എന്തോ ഒരു ബെനിഫിറ്റ് ആണ് ഉണ്ടാവുന്നത്, നഷ്ടമല്ല ആർക്കും ഉണ്ടാവുന്നത് എന്നുള്ളതാണ് അതിന്റെ ഒരു മെയിൻ പോയിന്റ്. ഇൻട്രസ്റ്റിംഗ്. യാ. അപ്പം എനിക്ക് ഇതിനെപ്പറ്റി നീ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തോന്നിയൊരു കാര്യം, ഈ ഇയുവിന്റെ കേസായിരുന്നു, റൈറ്റ്? നമ്മുടെ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്, റൈറ്റ്? അപ്പോൾ ഈ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഈ യൂറോപ്പിലുള്ള പല കൺട്രീസ് തമ്മിലായിരുന്ന ഒരു യുദ്ധം. അവരതിന് ശേഷം ഞങ്ങൾ യുദ്ധം എല്ലാം നിർത്താം, നമ്മൾക്കൊരു ഇന്റഗ്രേറ്റഡ് എക്കോണമി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവർ യൂറോപ്യൻ യൂണിയൻ തുടങ്ങുന്നത്, റൈറ്റ്? അപ്പം പല രാജ്യങ്ങളാണെങ്കിലും അവർ തമ്മിൽ ഓപ്പൺ ബോർഡേഴ്സ് ആയിരുന്നു. നമ്മളൊക്കെ ഷെൻഗൻ വിസ എന്നൊക്കെ ഇടുന്നത്. അപ്പോൾ ആ ഒരു വിസ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് യൂറോപ്പിലെ പല രാജ്യങ്ങളിലും പോവാം, റൈറ്റ്? അപ്പം അവിടെയും ഞാൻ റീസെന്റ്ലി ഒരു സ്റ്റഡി കണ്ടിരുന്നു. ഓൾമോസ്റ്റ് 10% ഓഫ് അവർ ഇൻകം ഇംപ്രൂവ് ചെയ്തു ആദ്യത്തെ കുറച്ച് വർഷങ്ങളിൽ, റൈറ്റ്? ആദ്യത്തെ 10 വർഷത്തിൽ 10% ഓഫ് ഇൻകം ഇംപ്രൂവ് ചെയ്തു, ഇങ്ങനെ ഓപ്പൺ ബോർഡേഴ്സ് അവരുടെ ഇടയ്ക്ക് വന്നതുകൊണ്ട്, റൈറ്റ്? ഇപ്പം UK ഒക്കെ ഇയുന്ന് മാറിയിരുന്നു ബ്രെക്സിറ്റിന് ശേഷം. എനിക്ക് തോന്നുന്നു 2016 മറ്റോ ബ്രെക്സിറ്റിന് ശേഷം അവർ മാറിയിരുന്നു. അത് കാരണം ഇപ്പോൾ UKയുടെ എക്കോണമിയുടെ കുറേ പ്രശ്നങ്ങളൊക്കെ പലരും അതിനകത്തോട്ടൊക്കെ ലിങ്ക് ചെയ്യുന്നുണ്ട്. അറിയില്ല. സോ എനിക്ക് തോന്നുന്നു അങ്ങനെ നോക്കുമ്പോൾ എക്കണോമിക്കലി ഓപ്പൺ ബോർഡേഴ്സ് കൊണ്ട് ഗുണമേ ഉള്ളൂ, അല്ലെങ്കിൽ മൈഗ്രേഷൻ കൊണ്ട് ഗുണമേ ഉള്ളൂ എന്നുള്ളത് ഒത്തിരി സ്റ്റഡീസും എക്സാമ്പിൾസും കാണിക്കുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. യാ. അപ്പോൾ എക്കണോമിക് ആർഗ്യുമെന്റ് അത്ര വാലിഡ് അല്ലാത്ത ആർഗ്യുമെന്റ് ആണ് മൈഗ്രേഷൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ളത്. മൈഗ്രേഷൻ ഒരു നെറ്റ് റിസൾട്ട് നോക്കുമ്പോൾ പോസിറ്റീവ് സംഭവമായിട്ടാണ് പൊതുവെ ആൾക്കാർ പറയുന്നത്. പക്ഷേ വേറൊരു വേറൊരു ടൈപ്പിലുള്ള ഒരു ആർഗ്യുമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറെ മൈഗ്രൻസ് വരുമ്പോൾ നമ്മളുടെ കൾച്ചർ നഷ്ടപ്പെടുമല്ലോ, അവരവരുടെ കൾച്ചറും കാര്യങ്ങളൊക്കെ നമ്മളുടെ രാജ്യത്തിലേക്ക് കൊണ്ടുവരികയാണ്, ഉം. അല്ലെങ്കിൽ നമ്മളുടെ സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ നമ്മളുടെ ലോക്കൽ കൾച്ചർ നഷ്ടപ്പെടുമല്ലോ എന്നൊക്കെയുള്ള ഒരു ആർഗ്യുമെന്റും ഉണ്ട്. അതിൽ സോനലിന്റെ ഒപ്പീനിയൻ എന്താണ്? അതെ. അപ്പം വേറൊരു ആർഗ്യുമെന്റ് ആനന്ദ് പറഞ്ഞ പോലെ ഈ കൾച്ചറൽ ആർഗ്യുമെന്റ് ആണ്, റൈറ്റ്? അതായത് ഇപ്പം നമ്മള് ഇപ്പം ഇന്ത്യയിലേക്ക് കുറേ മൈഗ്രൻസ് വേറെ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിനെ അവർ നശിപ്പിക്കും, റൈറ്റ്? കേരളത്തിൽ നമ്മൾ കുറേ കേൾക്കുന്നതാണ്. കേരളത്തിലേക്ക് മൈഗ്രൻസ് വരുന്ന സമയത്ത് നമുക്കിപ്പം ഞാറുപാട്ടൊന്നും കേൾക്കാൻ പറ്റുന്നില്ല വയലുകളിലൊക്കെ. അവിടെ മുഴുവൻ ബംഗാളി പാട്ടാണ് കേൾക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, റൈറ്റ്? അപ്പം അങ്ങനത്തെ കുറേ കോൺവെർസേഷനൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഈ കൾച്ചർ നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമാണോ എന്നുള്ളതാണ് ചോദ്യം. ഇനി അത് ആയിട്ട് അസോസിയേറ്റ് ചെയ്തൊരു ചോദ്യം, പലരും ഈ കൾച്ചർ നഷ്ടപ്പെടുന്നതിനെ പറ്റി ചിന്തിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മൈഗ്രൻസ് വരുന്ന ആൾക്കാർ പലരും അവര് ക്രിമിനൽ ആക്ടിവിറ്റികളിലൊക്കെ ഇടപെടാറുണ്ടോ? ക്രൈമിനോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ പല സെക്യൂരിറ്റി ഇഷ്യൂസിനകത്തൊക്കെ ഇപ്പം മൈഗ്രൻസിന്റെ ഇടപെടലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ ഉപദ്രവിക്കുന്നത്, അല്ലെങ്കിൽ അതിനെക്കാട്ടും കൂടുതൽ ഡ്രഗ്സ്, ആൽക്കഹോൾ അങ്ങനത്തെ വിഷയങ്ങളിനകത്തൊക്കെ ഇവർ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഓപ്പറേഷൻ തൂഫാനൊക്കെ നടക്കുമ്പോൾ കുറേ ഡ്രഗ്സൊക്കെ സീസ് ചെയ്യുന്നത് ഈ മൈഗ്രൻസിന്റെ അടുത്ത് നിന്നുള്ള കേസുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് തോന്നും ഞങ്ങളുടെ പിള്ളേരെ നശിപ്പിക്കാനും ഞങ്ങളുടെ സംസ്കാരം നശിപ്പിക്കാനും ഒക്കെ മൈഗ്രൻസ് കാരണമായി തീരും. നോ, സംസ്കാരം ഒരു നല്ല കാര്യമാണ്. നമ്മളെല്ലാം സൊസൈറ്റിയുടെ ഭാഗമാണ്. സോഷ്യൽ നോംസ് എല്ലാം ഒരു പരിധിവരെ നമുക്ക് യൂസ്ഫുൾ ആണ്. അതിനെ കുറച്ച് കാണിക്കുകയല്ല. പക്ഷേ ഈ മൈഗ്രൻസ് സംസ്കാരം നമ്മുടെ നശിപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം, റൈറ്റ്? അപ്പോൾ ഇതിനെപ്പറ്റി ഒത്തിരി സ്റ്റഡീസ് യുഎസിൽ നടന്നിട്ടുണ്ട്. കാരണം യുഎസ് ആണല്ലോ ഒരു കൺട്രി ഒത്തിരി മൈഗ്രൻസിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ മെക്സിക്കൻസ് വരുന്നുണ്ട്, ഇന്ത്യക്കാർ വരുന്നുണ്ട്, അങ്ങനെ പല കമ്മ്യൂണിറ്റീസ് യുഎസിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ ഈ ജയിലിലാക്കപ്പെടുന്ന ആൾക്കാരുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ, അപ്പോൾ മൈഗ്രൻസിനെ കമ്പയർ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഫോറിൻ ബോൺ ആയിട്ടുള്ള ആൾക്കാരെ കമ്പയർ ചെയ്തിട്ട് അവിടുത്തെ യുഎസിൽ നേറ്റീവ് ബോൺ ആൾക്കാരെ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ്. ജയിലിലുള്ള ആൾക്കാരെ നമ്മൾ നോക്കുമ്പോൾ അവരുടേതായ തന്നെ പോപ്പുലേഷനുമായിട്ട് കമ്പയർ, ഒരു 1/3 ആൾക്കാരെ, ഫോറിൻ പോയ ആൾക്കാർ ജയിലിലാക്കപ്പെടുന്നുള്ളൂ കമ്പയർ ടു നേറ്റീവ് ആൾക്കാർ. അപ്പം ഇവര് നേറ്റീവായ ആൾക്കാരാണ് കൂടുതൽ ക്രിമിനാലിറ്റികളിൽ അല്ലെങ്കിൽ ക്രൈമുകളിൽ ഇൻവോൾവ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. നമ്മൾ രണ്ടാമത് നോക്കുമ്പോൾ ഇപ്പോൾ അവിടുത്തെ നാച്ചുറലൈസ്ഡ് ആയ സിറ്റിസൻസ് ഉണ്ട്. അതായത് പല ഇന്ത്യക്കാരും അവിടെ നിന്ന് കുറേ കാലത്തിന് ശേഷം PR മേടിച്ച് സിറ്റിസൺഷിപ്പ് ആവുന്നവരുണ്ട്. ഇവരെല്ലാം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നോക്കുന്ന സമയത്ത് ഒരു മോഡൽ സിറ്റിസൻസ് ആണ്. അവർ ടാക്സ് പേയിങ്, വർക്കിംഗ്, വളരെ മോഡൽ സിറ്റിസൻസ് ആണ്. അതിനകത്ത് വെറും 1/5 ആൾക്കാർ മാത്രമേ പലപ്പോഴും ജയിലിലാക്കപ്പെടുന്നുള്ളൂ കമ്പയർഡ് ടു നേറ്റീവ് ബോൺ ആൾക്കാർ, റൈറ്റ്? ഇനി പല മൈഗ്രൻസും ജയിലിലാക്കപ്പെടുന്നതിന്റെ മെയിൻ കാരണം അവർ ബോർഡർ ക്രോസ് ചെയ്യുന്നതുകൊണ്ടാണ് ജയിലിലാക്കപ്പെടുന്നത്, റൈറ്റ്? വേറെ കാരണങ്ങളല്ല. ബോർഡർ ക്രോസ് ചെയ്യുന്നത് തന്നെയാണ് ജയിലിലാക്കപ്പെടാനുള്ള കാരണം. ഇല്ലീഗലി ക്രോസ് ചെയ്യുന്നതുകൊണ്ട്. അപ്പം അവർക്ക് വേറെ വഴിയൊന്നും ഇല്ലാതെ ക്രോസ് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് ആവുന്നത്. അപ്പോൾ ഇവരിങ്ങനെ ക്രിമിനാലിറ്റിയിൽ ഏർപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ഇല്ലീഗലായ ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടിട്ട് സംസ്കാരത്തെ നശിപ്പിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരികയെന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആക്ച്വലി
ഒരു പോയിന്റ്ലെസ് ആയ ആർഗ്യുമെന്റ് ആണ്. യുഎസിലെ ഒരു ഡേറ്റയൊന്നും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. പിന്നെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കൾച്ചറലി നമുക്ക് പല ഗുണങ്ങളും മൈഗ്രൻസ് കാരണമുണ്ട്. നമ്മൾ വേറൊരു സൈഡിലെടുക്കുക. അത് ഏറ്റവും കൂടുതൽ അതിന്റെ ഗുണം അനുഭവിക്കുന്ന ഒരു രാജ്യം ഇന്ത്യക്കാരാണ്. റൈറ്റ്. അപ്പം നമ്മുടെ ഇന്ത്യയിലെ ഉം. നമ്മുടെ മോസ്റ്റ് ഫേമസ് ലീഡേഴ്സിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ സ്വാതന്ത്ര്യ സമരത്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബിൽഡേഴ്സിനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗാന്ധി, നെഹ്റു, അംബേദ്കർ ഇവരെല്ലാം എൻലൈറ്റൻമെന്റ് വാല്യൂസും അങ്ങനത്തെ ഐഡിയാസൊക്കെ അവർ പുറത്തു പോയി പഠിക്കുന്ന സമയത്തും അല്ലാതെയും ഒത്തിരി ഇൻഫ്ലുവൻസ്ഡ് ആയതുകൊണ്ടാണ് അവർക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് ഫ്രീഡം സ്ട്രഗിൾ ലീഡ് ചെയ്യാനും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ലിബറൽ വാല്യൂസ് ഒക്കെ ആഡ് ചെയ്യാനും ഒക്കെ കാരണമായി തീർന്നത്. റൈറ്റ്. അതേപോലെ ഇന്ത്യയിലെ ഗുണങ്ങൾ മറ്റു രാജ്യത്തേക്ക് കൊടുക്കാനും നമ്മുടെ ഒത്തിരി പേർക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം അവിടുന്ന് പല കാര്യങ്ങളും പഠിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ, നല്ല ഐഡിയാസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ ലീഡേഴ്സിന് സാധിച്ചു. അപ്പോൾ കൾച്ചറലി നമുക്ക് ഒത്തിരി ഗുണങ്ങളുണ്ടായി. അവർ ഈക്വാലിറ്റീൻ്റെ ഐഡിയയും ലിബറൽ വാല്യൂസിൻ്റെ ഐഡിയയും സെക്യുലറിസത്തിൻ്റെ വാല്യൂ ഒക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ സ്ത്രീകളുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും ലോ കാസ്റ്റ് ആൾക്കാരുടെയും പാവപ്പെട്ടവരുടെയും ഒക്കെ അവസ്ഥ വളരെ കൂടി കുറച്ചും കൂടെ മോശമായിരുന്നേനെ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അവർക്കൊക്കെ ഒരു അപ്ലിഫ്റ്റ്മെന്റ് ഉള്ള ഓപ്ഷൻസ് ഇല്ലായിരുന്നെങ്കിൽ. റൈറ്റ്. വേറൊരു കാര്യം ഞാൻ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രയൻ കപ്ലനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞത് ഓപ്പൺ ബോർഡേഴ്സിന്റെ ബുക്ക് എഴുതി അദ്ദേഹം ഒരു ടോക്കിനകത്ത് ഇങ്ങനെ പറയുന്നത് ഞാൻ കേൾക്കുമായിരുന്നു. ഇപ്പൊ US ഒത്തിരി ക്രിസ്ത്യൻ വാല്യൂസ് ഫാമിലി വാല്യൂസിനെ ഒക്കെ പറ്റി US നേറ്റീവ് ആൾക്കാർ ഒത്തിരി പറയുന്ന ഒരു കാര്യമാണ്. റൈറ്റ്. പക്ഷേ US ഇന്ത്യൻ മൈഗ്രൻസ് ആണ് കുറച്ചും കൂടി ഡിവോഴ്സ് റേറ്റ്സ് കുറവ് കമ്പയർഡ് ടു US അമേരിക്കൻ ഫാമിലീസിനെ കാട്ടും. അപ്പം പല ഇന്ത്യൻ ഫാമിലീസിന്റെ അടുത്തുനിന്നും US കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. ഏഹ് കൂടുതൽ ഫാമിലി വാല്യൂസ് ഇൻകോർപ്പറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് കപ്ലൻ പറയുന്നത്. അപ്പം US ഇന്ത്യൻ മൈഗ്രൻസ് ആണ് കൾച്ചറലി കുറച്ചും കൂടെ US സഹായിക്കുന്നത്. അങ്ങനെ സഹായമായിട്ട് നമ്മൾ അതിനെ കാണുന്നുണ്ടെങ്കിൽ സഹായിക്കുന്നതെന്നാണ് ബ്രയൻ കപ്ലൻ പറയുന്ന വേറൊരു പോയിന്റ്. സോ കൾച്ചറലി ഈ ക്രിമിനൽ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുക എന്ന് പറയുന്ന ഡേറ്റ നമ്മൾ കുറച്ച് എക്സാജറേറ്റഡ് ആണ്. അതേസമയം ഗുണങ്ങളുണ്ടോ എന്ന് വെച്ചാൽ ഗുണങ്ങളുടെ 1, 2 എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. എന്ത് തോന്നുന്നു ആനന്ദേ? എനിക്കിതിന്റെ സെൻട്രൽ പോയിന്റ് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ശരിക്കും അവരുടെ കൾച്ചർ, അല്ലെങ്കിൽ എന്താണ് ശരിക്കും നമ്മളുടെ കൾച്ചർ എന്നൊക്കെയുള്ളത് ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ളതാണ്. കാരണം കുറേയധികം ഡിഫറെന്റ് കൾച്ചറുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ടും ഇന്റർമിക്സ് ചെയ്തിട്ടും അവിടെ നിന്നുള്ള ഇൻഫ്ലുവൻസ് ഇവിടേക്ക് എടുത്തിട്ടും അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇപ്പൊ പറയുന്ന ഈ കൾച്ചർ ഉണ്ടായിട്ടുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ബിരിയാണി എന്നൊക്കെ പറയുന്ന ഡിഷ് ശരിക്കും ഒരു പേർഷ്യൻ അല്ലെങ്കിൽ ഇറാനിയൻ ഡിഷ് ആയിരുന്നു. അത് മുഗൾ കോർട്ടിലേക്കൊക്കെ വന്നിട്ട് അത് കുറച്ച് ഇൻഡിജിനൈസ് ചെയ്തു. എന്നിട്ടൊക്കെയാണ് നമ്മൾ ഇപ്പൊ കാണുന്ന ബിരിയാണിയൊക്കെ ആയിട്ട് മാറിയത്. ഉം. അതേപോലെ പൊറോട്ട ഒക്കെ ശ്രീലങ്കയിൽ നിന്ന് വന്നതാണ് എന്നൊക്കെ ഉം. പറയാറുണ്ട് യൂഷ്വലി. പിന്നെ നമ്മള് ട്രഡീഷണലി എല്ലാവരും ധരിക്കാറുള്ള കുർത്ത, നമ്മൾ കല്യാണങ്ങളിലും അല്ലെങ്കിൽ ദീപാവലിക്കും അങ്ങനെയൊക്കെ ധരിക്കുന്ന കുർത്ത ആക്ച്വലി അതും ഒരു സെൻട്രൽ ഏഷ്യൻ ഡ്രസ്സൊക്കെയാണ്. അത് പല മുസ്ലിം ഇൻവേഷൻസ് വഴിയും ഇന്ത്യയിലേക്ക് വന്നു. അതിപ്പോ ഇന്ത്യയിൽ ഭയങ്കര കൾച്ചറിന്റെ ഭാഗമായി എന്നൊക്കെയുള്ളതാണ്. അപ്പോ ശരിക്കും എന്താണ് ഇന്ത്യൻ കൾച്ചർ, ശരിക്കും എന്താണ് US കൾച്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചോദ്യചിഹ്നമാണ്. അവിടുന്ന് ഇവിടുന്നൊക്കെ വരുന്ന സംഭവങ്ങളുടെ ഇൻഫ്ലുവൻസ് ആണ് നമ്മളുടെ എല്ലാവരുടെയും കൾച്ചർ. അപ്പോ അങ്ങനെ ഉണ്ടായ സംഭവത്തിനെ നമ്മൾ വീണ്ടും എന്തുകൊണ്ടാണ് മൈഗ്രൻസിനെ എതിർക്കുന്നത്, ഈ കൾച്ചർ പ്രൊട്ടക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അതിലൊരു വാലിഡ് ആയിട്ടുള്ള സംഭവം അല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് ഇപ്പോഴും. പിന്നെ ഇൻട്രസ്റ്റിംഗ്ലി നമ്മൾ ഈ പറയുന്ന ബ്രയൻ കപ്ലന്റെ ഈ ബുക്കിലും പുള്ളിയുടെ ആ ടോക്കിലും ഞാൻ കേട്ടൊരു ടോക്കിലും പുള്ളി പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഒരു മൈഗ്രന്റ് പാരന്റും അവരുടെ കുട്ടീനെ ചിലപ്പോൾ ചീത്ത പറഞ്ഞിട്ടുണ്ടാവില്ല. നീ എന്തുകൊണ്ട് അസിമിലേറ്റ് ആവുന്നില്ല, നീ എന്തുകൊണ്ട് ഇപ്പോഴും ഇന്ത്യയുടെ കൾച്ചർ ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ നീ എന്തുകൊണ്ട് ഇപ്പോഴും നമ്മുടെ നാടിന്റെ കൾച്ചർ ഫോളോ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ തിരിച്ചാണ് അവർ ചീത്ത പറയാൻ സാധ്യത. ഉം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ US കാരനെ പോലെ പെരുമാറുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടുകാരനെ പോലെ പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം എപ്പോഴും ഓരോ ജനറേഷൻ കഴിയുമ്പോഴും കൂടുതൽ അസിമിലേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത് യൂഷ്വലി മൈഗ്രൻസ് ഉം. എന്നുള്ളതാണ് പുള്ളിയുടെ മെയിൻ പോയിന്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കൾച്ചർ ആയിട്ടുള്ള ആർഗ്യുമെന്റ് അത്ര വാലിഡ് അല്ല ഈ ഒരു കാരണം കൊണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ. മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ കേരളത്തിന്റെ മൈഗ്രേഷനെ പറ്റിയിട്ടും കുറച്ചൊന്ന് ഡിസ്കസ് ചെയ്യാന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നു ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു എപ്പിസോഡ് തന്നെ ചിലപ്പോൾ നമ്മൾ Yeah. കേരളത്തിന്റെ മൈഗ്രേഷനെ പറ്റി ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ഒരു എപ്പിസോഡിൽ കുറച്ച് ഐഡിയാസ് തരാം എന്ന് വിചാരിച്ചു. അപ്പോൾ സോനൽ കേരളത്തിന്റെ മൈഗ്രേഷനെ പറ്റി പറയൂ. Yeah. അപ്പം ആനന്ദ് പറഞ്ഞ പോലെ നമുക്ക് വേറൊരു എപ്പിസോഡ് കേരളത്തിലെ മൈഗ്രേഷനെ പറ്റി മുഴുവനായിട്ട് ചെയ്യാം. പക്ഷെ 1, 2 കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കോണ്ടെക്സ്റ്റിലൊന്ന് പറയാൻ ഞാൻ വിചാരിച്ചൊരു കാര്യമാണ്. ഒന്ന് എനിക്ക് 2 കഥ പറയാൻ ഒരു മൂഡുണ്ട്. അപ്പം ഒന്ന് പറഞ്ഞാൽ നമ്മുടെ ഉം. ആടുജീവിതത്തിന്റെ കഥയാണ്. റൈറ്റ്. അപ്പം നമ്മളെല്ലാവരും ആടുജീവിതത്തിന്റെ ബുക്ക് വായിച്ചവരാണ്. ബെന്യാമിന്റെ അല്ലെങ്കിൽ ബ്ലസ്സിയുടെ സിനിമ കണ്ടവരാണ്. അപ്പോൾ ആടുജീവിതത്തിന്റെ കഥ നമുക്കറിയാം. നജീബ് എന്ന് പറഞ്ഞൊരു വ്യക്തി അദ്ദേഹം ഇവിടെ സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിയ സമയത്ത് ഗൾഫിലേക്ക് ജോലി ചെയ്യാൻ പോയി. അവിടുന്ന് ആൾക്കാർ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി ഗൾഫിലൊരു മരുഭൂമിയിൽ കിടന്ന് വർഷങ്ങളോളം അദ്ദേഹം ഒരു മൃഗത്തെ പോലെ അധ്വാനിക്കേണ്ടി വന്നു. ഒരു ആടിന്റെ ജീവിതം അദ്ദേഹം ജീവിക്കേണ്ടി വന്നു ആടുകളുടെ കൂടെ. അവിടുന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് മാനസികമായി തളർന്ന് ശാരീരികമായി തളർന്ന ആൾക്കാരുടെയൊക്കെ സഹായത്തോടെ തിരിച്ച് കേരളത്തിലോട്ട് വരികയാണ്.
ഉം. ഇതിന് ശേഷം നജീബ് എന്താണ് ചെയ്തതെന്ന് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. റൈറ്റ്. ഇതിന് ശേഷം നജീബ് കുറച്ചു കാലം കേരളത്തിൽ ജീവിക്കാൻ ശ്രമിച്ചു. ഇവിടെ പിന്നെയും ജോലി കിട്ടുന്നില്ല. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ്. അദ്ദേഹം പിന്നെയും ഗൾഫിലേക്ക് പോയി ഉം. എന്നുള്ളതാണ് ശരിക്കും സംഭവിച്ച ഉം. കാര്യം. അപ്പൊ ഇത്രയധികം മാനസിക ട്രോമയും ബുദ്ധിമുട്ടും അനുഭവിച്ച ഒരു സ്ഥലത്തേക്ക് പിന്നെ ഒരു മനുഷ്യൻ കടന്നു പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ അദ്ദേഹം എന്തുമാത്രം അദ്ദേഹത്തിന് അവസരങ്ങൾ കേരളത്തിൽ കിട്ടിയിട്ടില്ലായിരിക്കും. റൈറ്റ്. ഉം. അപ്പം കേരളത്തിൽ അവസരങ്ങൾ ഇല്ലാത്തതിന്റെ ഒരു സൊല്യൂഷനായിട്ടാണ് ഗൾഫ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലോട്ട് കടന്നു വന്നത്. ആദ്യത്തെ പ്രാവശ്യം ബുദ്ധിമുട്ടുണ്ടായിട്ടും രണ്ടാമത്തെ പ്രാവശ്യം ഒന്നും കൂടി ഒരു അവസരം ഞാൻ ശ്രമിച്ചു നോക്കാമെന്നൊരു മനസ്സോടെയാണ് അദ്ദേഹം പോയത്. റൈറ്റ്. വേറൊരു എക്സാമ്പിളും കൂടെ ഞാൻ പറയാം. ഞാൻ റീസെന്റ്ലി ഒരു ഊബറിൽ ഒരു ട്രിപ്പില് പോവായിരുന്നു. അപ്പം ഞാനും ഊബറിൽ നിന്ന് ഡ്രൈവറും ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. പല കാര്യത്തിലും ഞങ്ങൾ ചായ കുടിച്ചു. അപ്പം പുള്ളി എന്നോട് പുള്ളി ഗൾഫിലേക്ക് പോവാൻ നോക്കാണ്. അവിടെ പുള്ളിയുടെ ബ്രദേഴ്സൊക്കെ ഉണ്ട്. അവിടെ ജോലി ചെയ്യാൻ പോവാണ്. അതാണ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അവിടെ പോവാണെങ്കിൽ ഒരു എന്ത് ജോലിയാണ്? എത്ര ശമ്പളം കിട്ടും? പുള്ളി പറഞ്ഞു ഒരു സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുന്ന ഒരു ജോലിയാണ്. ഏകദേശം ഒരു 30,000 35,000 രൂപ ഒരു മാസം എല്ലാം കഴിഞ്ഞ് കയ്യില് കിട്ടും. അപ്പൊ അത് വീട്ടിലേക്ക് അയച്ചു കൊടുക്കാം അല്ലെങ്കിൽ സേവ് ചെയ്യാം എന്നുള്ളതാണ് പുള്ളിയുടെ പ്ലാൻ. ഉം. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പം ഊബറിൽ എത്ര പൈസ ഇപ്പൊ ഉണ്ടാക്കുന്നുണ്ട് മാസം? കൊച്ചിയിലാണ് പുള്ളി ഓടിക്കുന്നത്. പുള്ളി പറഞ്ഞു ഏകദേശം 30, 35,000 രൂപ എല്ലാം കഴിഞ്ഞ് കയ്യില് കിട്ടും മാസം. ഞാൻ പറഞ്ഞു അപ്പൊ എന്തിനാ ഗൾഫിൽ പോകേണ്ട ആവശ്യം എന്തിനാ? ഇവിടെ 30, 30,000 രൂപ കിട്ടുന്നില്ലേ? അപ്പൊ പുള്ളിക്ക് ശരിക്കും ഒരു ഉത്തരവില്ല. എന്നാലും ഗൾഫിൽ പോയാൽ ചിലപ്പമേ വല്ല ഗുണങ്ങളൊക്കെ ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുള്ളി എന്തോ പറയാണ്. അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഗൾഫിൽ പോവുകയാണെങ്കിൽ ആ ജോലിയിൽ നിന്ന് വേറെ ജോലിയിലേക്ക് ചിലപ്പോൾ മാറാൻ സാധിക്കും. കുറച്ചും കൂടെ ശമ്പളമുള്ളെ. അല്ലെങ്കിൽ ആ ജോലി പോവുകയാണെങ്കിൽ വേറൊരു ജോലി കുറച്ചുകൂടി എളുപ്പത്തിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല സാധ്യതകളുണ്ട്. കേരളത്തിൽ സപ്പോസ് ഊബറിന് ജോലി പോയി കഴിഞ്ഞാൽ വേറെ ജോലി കിട്ടത്തില്ല. അല്ലെങ്കിൽ എന്നും ഈ 30, 35,000 അല്ലെങ്കിൽ കൂടിപ്പോയ 40,000 രൂപ മാസം കയ്യില് ബാക്കി വരുന്ന അവസ്ഥയിലായിരിക്കും ജീവിക്കുന്നത്. അപ്പം ഇയാൾക്കും നമ്മൾ ഈ എക്കണോമിക് മൊബിലിറ്റി എന്നൊക്കെ പറഞ്ഞൊരു ഐഡിയ ഉണ്ടല്ലോ. ഒരു ജോലി കിട്ടുകയാണെങ്കിൽ വേറെ ജോലിയിലേക്ക് പോകുക. അല്ലെങ്കിൽ ജോലിയിൽ തന്നെ നമ്മൾ പടിപടിയായിട്ട് മുകളിലോട്ട് കേറുക. ആ മൊബിലിറ്റി നമ്മുടെ കേരളത്തിൽ വളരെ കുറവാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അവസരങ്ങൾ കൊടുക്കുന്ന ഒരു സ്ഥലമായിട്ട് ഗൾഫ് മാറി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ 2 കേസുകളിലും നമ്മൾ നജീബിന്റെ കേസിലും ഞാൻ ഈ പറഞ്ഞ ഊബർ ഡ്രൈവറിന്റെ കേസിലും ഇവർക്ക് 2 പേർക്കും മൈഗ്രേഷൻ അവരുടെ ഒരു പ്രശ്നത്തിന്റെ സൊല്യൂഷൻ ആയിരുന്നു. അവർക്ക് ജോലിയോ, അവസരങ്ങളോ, എക്കണോമിക് മൊബിലിറ്റിയോ കിട്ടാത്തതിന്റെ ഒരു സൊല്യൂഷൻ ആയിരുന്നു. മൈഗ്രേഷൻ അല്ല ഇവിടുത്തെ പ്രശ്നം. അപ്പൊ നമ്മൾ കേരളത്തിൽ പലപ്പോഴും സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുറെ കേരളത്തിലെ ആൾക്കാര് മൈഗ്രേറ്റ് ചെയ്ത് പോകും. നമ്മൾ കേരളത്തിന്റെ മൈഗ്രേഷൻ ചരിത്രം നോക്കുമ്പോൾ ആദ്യത്തെ ഒരു വേവ് ഓഫ് ആൾക്കാര് ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. പിന്നെ ഗൾഫ് കൺട്രീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. പിന്നെ മെല്ലെ യൂറോപ്യൻ കൺട്രീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോയി. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ പല പിള്ളാരും പഠിക്കുന്ന പിള്ളാരാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. റൈറ്റ്. സ്റ്റുഡന്റ്സ് ഉം. എഡ്യൂക്കേഷണൽ റീസൺസാണ് മൈഗ്രേറ്റ്. നമ്മൾ ഇവരെല്ലാം നോക്കുമ്പോൾ കേരളത്തിലെ കോൺവെർസേഷൻ എങ്ങനെ ഇവരെ മൈഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാം? ഇവിടെ പിടിച്ചു വെക്കാം ഉം. എന്നാണ് ഉം. ചിന്തിക്കുന്നത്. ഇവിടെ മൈഗ്രേഷൻ അല്ല പ്രശ്നം. അവര് മൈഗ്രേറ്റ് ചെയ്യുന്നൊരു നല്ല കാര്യമാണ്. പ്രശ്നങ്ങളുടെ സൊല്യൂഷനാണ് മൈഗ്രേഷൻ. റൈറ്റ്. പ്രശ്നം ഉം. പലപ്പോഴും ഉള്ളത് കേരളത്തിൽ നമുക്ക് മാക്സിമം ജോബ്സ് ഇല്ലാന്നുള്ളതാണ്. റൈറ്റ്. അപ്പൊ കേരളം പോലെ ഒരു ഉം. ഡെവലപ്പിംഗ് കൺട്രിയുടെ ഭാഗമായിട്ടുള്ള ഒരു സംസ്ഥാനത്ത് ഒത്തിരി ലോ സ്കിൽഡ്, അൺസ്കിൽഡ് മാനുഫാക്ചറിംഗ് ജോബ്സ് ഒക്കെ ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ നമുക്കത് ഉണ്ടായില്ല. നമ്മുടെ റെഗുലേഷൻസ് കാരണവും പല പ്രശ്നങ്ങൾ കാരണവും ഉണ്ടായിട്ടില്ല. അപ്പം അതാണ് പ്രശ്നം. വേറെ ഇത് നോക്കുകയാണെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ക്വാളിറ്റി ഇല്ലായ്മയാണ് പ്രശ്നം. അല്ല സ്റ്റുഡന്റ്സ് മൈഗ്രേറ്റ് ചെയ്യുന്നതല്ല പ്രശ്നം. ക്വാളിറ്റി ഉള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയില്ല. അതാണ് പ്രശ്നം. വേറൊരു പ്രശ്നം നമ്മൾ നോക്കുകയാണെങ്കിൽ പല ചെറുപ്പക്കാരികളായ പെൺകുട്ടികളും പല യൂറോപ്യൻ കൺട്രീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള കാരണം, പഠിക്കാൻ തന്നെ മൈഗ്രേറ്റ് ചെയ്യാനുള്ള കാരണം അവർ പറയുന്നത് അവരവിടെ കൂടുതൽ ഫ്രീഡം അനുഭവിക്കുന്നു എന്നുള്ളതാണ്. റൈറ്റ്. അവർക്ക് ഉം. ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം, ഇഷ്ടമുള്ള സമയത്ത് പുറത്തിറങ്ങി നടക്കാം. അവര് ജഡ്ജ് ചെയ്യുന്നില്ല എന്നുള്ളൊരു പോയിന്റാണ്. റൈറ്റ്. അപ്പം അത് നമ്മുടെ വീഴ്ചയാണ്. അവര് മൈഗ്രേറ്റ് ചെയ്യുന്നതല്ല തെറ്റ്. അഗെയിൻ ഫ്രീഡംസ് നമ്മൾ അവർക്ക് കൊടുക്കാത്തതാണ്. അല്ലെങ്കിൽ അവർക്ക് ഫ്രീഡംസ് ഇവിടെ കിട്ടാത്തതാണ്. സോഷ്യലി കൺസ്ട്രെയിൻഡ് ആവണതാണ് പ്രശ്നം. റൈറ്റ്. അപ്പം കേരളത്തിന്റെ കേസിൽ നമ്മൾ നോക്കുമ്പോഴും മൈഗ്രേഷൻ നമുക്ക് എപ്പോഴും സാമ്പത്തികമായിട്ടും കൾച്ചറലിയും എക്കണോമിക് മൊബിലിറ്റി വൈസ് ഒക്കെ നമുക്ക് ഒത്തിരി ഗുണങ്ങൾ തന്നൊരു സൊല്യൂഷനാണ്. ആനന്ദ് മുമ്പ് ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ദുബായ് ആണ് കേരളത്തിന്റെ 15ാമത്തെ ജില്ല എന്ന് പറഞ്ഞ പോലെ ഉം. നമ്മുടെ ബാക്കിയുള്ള ജില്ലകളുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ദുബായ്. അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പം വെസ്റ്റേൺ കൺട്രീസ് ഒക്കെ വന്നിരിക്കുന്ന പോലെ. സോ അതിന് മൈഗ്രേഷൻ നമ്മൾ സൊല്യൂഷൻ ആയിട്ടാണ് കാണേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലോട്ട് വരുന്ന മൈഗ്രൻസും. സോ ഇതാണ് കേരളത്തെ മൈഗ്രേഷനെ പറ്റി ജനറലി കുറച്ച് കമന്റ്സ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. ഉം. എനിക്ക് തോന്നുന്നു ഇത്രയധികം മൈഗ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യുന്ന സംസ്ഥാനം എന്തുകൊണ്ട് കേരളത്തിലേക്ക് വരുന്ന ആൾക്കാരെ മോശമായിട്ട് കാണുന്നു എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മള് നമ്മളുടെ ഭാഗ്യം ഉണ്ടാക്കിയതും കേരളം വികസിപ്പിച്ചതൊക്കെ ആൾക്കാര് പുറത്തേക്ക് പോയിട്ട് ജോലി കിട്ടാണ്. അപ്പോ യാഹ് എനിക്ക് തോന്നുന്നു നമ്മൾ പ്രത്യേകിച്ച് ഞാൻ നേരത്തെയും പറഞ്ഞതുപോലെ ഒരു ഏജിങ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ആയിട്ട് മാറുകയാണ്. നമ്മൾക്ക് വർക്ക് ഫോഴ്സിന്റെ ആവശ്യമുണ്ട്. അപ്പോ പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് ആ വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ നമ്മളത് എന്തുകൊണ്ട് പ്രിവെന്റ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ. എന്നാലും പൊതുവെ നമ്മൾ മൈഗ്രേഷനെ എപ്പോഴും നമ്മൾ കാണുന്നത് മൈഗ്രേഷൻ പ്രശ്നമാണ്, ബാൻ ചെയ്യണം,
നമ്മൾ ഓപ്പൺ ബോർഡേഴ്സിനെ പറ്റി പറഞ്ഞു. ഓപ്പൺ ആക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും ചിലപ്പോ ചില സെക്യൂരിറ്റി റീസൺ കൊണ്ടോ ആൾക്കാർ വരുന്നതിന്റെ പ്രശ്നങ്ങൾ ആലോചിച്ചിട്ടോ ചിലപ്പോ എന്തെങ്കിലും ഒരു ബാൻ അല്ലാതെ വേറെന്തെങ്കിലും ഒരു മെക്കാനിസം കൊണ്ടുവരണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോ അങ്ങനെ എന്തെങ്കിലും സൊല്യൂഷൻസോ ഐഡിയാസോ ഉണ്ടോ? നമ്മൾക്കിത് കംപ്ലീറ്റ് ബാൻ അല്ലാതെ കുറച്ചൊന്ന് ഈസി ചെയ്തിട്ട് ശരിക്കും മൈഗ്രേറ്റ് ചെയ്യുന്ന മൈഗ്രേഷന്റെ ബെനിഫിറ്റ്സ് ഒക്കെ കണക്കിലാക്കിയിട്ട് എന്തെങ്കിലും അത് ഈസി ചെയ്യാൻ പറ്റുന്ന മെക്കാനിസമോ എന്തെങ്കിലും മെത്തേഡ്സോ ഉണ്ടോ സോണിൽ? യാ. അപ്പം ആനന്ദ് പറഞ്ഞ പോലെ പൊതുവെ മൈഗ്രേഷനെ പറ്റിയുള്ള കോൺവെർസേഷൻ ഏത് രാജ്യം നമ്മൾ എടുത്താലും അവിടെ നടക്കുമ്പോൾ മുഴുവൻ ഈ ബാനിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. മൈഗ്രേഷൻ ബാൻ ചെയ്യണം, ഇന്ന കൺട്രീസിനെ ബാൻ ചെയ്യണം, ഇന്ന റിലീജിയസ് ഗ്രൂപ്പ്സിനെ ബാൻ ചെയ്യണം. ഇന്ത്യയിൽ തന്നെ മൈഗ്രേഷന്റെ ബാനിനെ പറ്റിയാണ്. ആസാമിൽ ഒരു വലിയ ഇലക്ഷൻ തന്നെ റൺ ചെയ്തത് എല്ലാവരും മൈഗ്രേഷൻ ആയിരുന്നു അവിടുത്തെ ടോപ്പിക്, റീസെന്റ് കൺക്ലൂഡ് ചെയ്ത ഇലക്ഷനകത്ത്. അപ്പോൾ ഒരുപക്ഷെ കേരളത്തിലും ഭാവിയിൽ മൈഗ്രേഷനൊക്കെ ഒരു ഇലക്ഷൻ ഇഷ്യൂ ആയിട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട്, റൈറ്റ്? അപ്പം ഉം. എല്ലാവരും ബാനിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. പണ്ട് നമ്മൾ പബ്ലിക് പോളിസിയിൽ പറയുന്ന ഒരു കോമഡി ഉണ്ട്. അതായത് നമ്മുടെ കയ്യിൽ ഒരു ചുറ്റിക മാത്രമാണ് ഉള്ളുവെങ്കിൽ ചുറ്റുമുള്ളതെല്ലാം ആണിയാണെന്ന് നമുക്ക് തോന്നും. എല്ലാത്തിനെയും പിടിച്ച് ഇടിക്കാൻ തോന്നും, റൈറ്റ്? അപ്പോൾ പബ്ലിക് പോളിസിയിൽ ഉം. ബാൻ മാത്രമേ സൊല്യൂഷൻ ഉള്ളൂ എങ്കിൽ എല്ലാത്തിനെയും പിടിച്ച് ബാൻ ചെയ്യാൻ നമുക്ക് തോന്നും, റൈറ്റ്? പക്ഷെ ബാൻ ഉം. മാത്രമല്ല പബ്ലിക് പോളിസിയുടെ സൊല്യൂഷൻ. പബ്ലിക് പോളിസിയുള്ള വേറൊരു ഐഡിയ ഓക്കംസ് റേസർ എന്നൊരു ഐഡിയ ആണ്, റൈറ്റ്? ആ ഐഡിയ ബേസിക്കലി ഉം. പറയുന്നത് ഏറ്റവും സിമ്പിളായ, ഏറ്റവും ലീസ്റ്റ് ബുദ്ധിമുട്ടുകൾ ഏൽപ്പിക്കുന്ന ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആ സൊല്യൂഷനാണ് എപ്പോഴും ചൂസ് ചെയ്യേണ്ടതെന്നാണ്. അപ്പൊ ബാൻ എന്ന് പറയുന്നത് ഉം. ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഒരു മൂവാണ്. അതിനെക്കാട്ടും വളരെ ഉം. ചെറിയ മൂവ്സ് കൊണ്ട് നമുക്കൊരു പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് എപ്പോഴും ചൂസ് ചെയ്യണമെന്നുള്ള ഐഡിയ ആണ് ഓക്കംസ് റൈസർ. സോ എന്താണ് നമുക്ക് ചെറുതായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ, റൈറ്റ്? അഗെയിൻ മാക്സിമം ആൾക്കാരെ നമുക്ക് ഉള്ളോട്ട് കൊണ്ടുവരണം. ഒരു എക്കണോമിക്കലി ഇവിടെ അവർ ബെനിഫിറ്റ് ചെയ്യണം, നമ്മൾക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാക്കണം, അവരുടെ കൺട്രീസിനും ബെനിഫിറ്റ്സ് ഉണ്ടാക്കണം, അവർക്കും ബെനിഫിറ്റ്സ് ഉണ്ടാക്കണം. മാക്സിമം ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് നമുക്ക് എങ്ങനെ അവർ വരുന്നതും കൊണ്ട് ആൾക്കാർക്ക് തോന്നുന്ന പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം പൊതുവെ ആൾക്കാർ പറയുന്നത് ആനന്ദ് നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ജോലി പോവും, അല്ലെങ്കിൽ ഞങ്ങളുടെ ശമ്പളം കുറയും കുറെ ആൾക്കാർ പുറത്തുനിന്ന് വരുമ്പോൾ എന്നുള്ളതാണല്ലോ ഒന്നാമത്തെ ആൾക്കാരുടെ കംപ്ലൈൻറ്റ്സ്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പൊതുവെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മൈഗ്രൻസിന്റെ അടുത്ത് നിന്ന് നമ്മളൊരു എമൗണ്ട് ഓഫ് ടാക്സ് മേടിക്കുക. ആ ടാക്സിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ഈ ജോലി പോകുന്നവർക്കോ അല്ലെങ്കിൽ ശമ്പളം കുറയുന്നവർക്കോ നമ്മളത് ഓഫ്സെറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ള ഐഡിയ ആണ് നമ്മൾ പറയുന്ന ഒന്നാമത്തെ ഐഡിയ, റൈറ്റ്? അപ്പോൾ വേജസും കുറയുന്നവരോ എംപ്ലോയ്മെന്റ് നഷ്ടപ്പെടുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് മൈഗ്രൻസിന്റെ അടുത്ത് മേടിക്കുന്ന ടാക്സിനകത്ത് നിന്ന് ഒരു ഓഫ് സെറ്റിംഗ് നടത്താം എന്നുള്ളതാണ്. അപ്പോൾ പലരും ചിന്തിക്കും ഈ മൈഗ്രൻസ് ഒക്കെ ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുന്ന അവരുടെയൊക്കെ നിന്ന് ടാക്സ് എങ്ങനെ മേടിക്കും, അവരെ കണ്ടെത്താൻ തന്നെ പറ്റില്ല, അവർക്ക് ഒളിച്ചും പാത്തല്ലേ താമസിക്കുന്നതെന്ന് പറയും. അതായത് നമ്മളിപ്പോൾ ഈ അതിർത്തികളിൽ പാമ്പും മുതലേക്ക് ഇടുന്ന സമയത്ത് ആൾക്കാർ ഒളിച്ചും പാത്തൊക്കെ കൺട്രിൻ്റെ ഉള്ളിലോട്ട് വരത്തുള്ളൂ, റൈറ്റ്? അല്ലാതെ നമ്മൾ ആൾക്കാർ വന്നോ രജിസ്റ്റർ ചെയ്ത് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കയറാം എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ആൾക്കാർ രജിസ്റ്റർ ചെയ്ത് തന്നെ കയറാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു ചെറിയ എമൗണ്ട് ഓഫ് ടാക്സ് അവർ അടയ്ക്കുക, അവർക്ക് അതിനെക്കാട്ടും കൂടുതൽ ഇൻകംസ് കിട്ടുമായിരിക്കും, അതുകൊണ്ട് അവർ ടാക്സ് അടയ്ക്കാൻ അവർ വില്ലിങ് ആയിരിക്കാം, റൈറ്റ്? ഒന്ന്. രണ്ടാമത്തെ ഒരു പ്രശ്നം പൊതുവെ ആൾക്കാർ പറയുന്നത് ഈ വെൽഫെയർ സ്കീമുകളുടെയൊക്കെ ഭാഗമായിട്ട് അവർ മാറുക എന്നുള്ളതാണ്. ഇപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളോ സ്കൂളുകളിലോ ഒക്കെ അവർ പോകുന്നത് കൊണ്ട് ഇപ്പോൾ സ്കൂളുകളിൽ ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റ്സേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു ദിവസം ഒരു ഡോക്ടർ ഇത്രയും പേരെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ മൈഗ്രൻസ് ആണ് ക്യൂ നിൽക്കുന്നത്, അല്ലെങ്കിൽ സ്കൂളിൽ സീറ്റുകൾ മൈഗ്രൻസ് ആണ് എടുക്കുന്നതെങ്കിൽ അവിടെയുള്ള നേറ്റീവായ ആൾക്കാർക്ക് ആ അവസരങ്ങൾ നഷ്ടപ്പെടുകയാണ്. ഉം. അപ്പോൾ നമുക്ക് പൊതുവെ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈഗ്രൻസ് ആയ ആൾക്കാർക്ക് ഈ വെൽഫെയർ സ്കീമുകൾ ആക്സസബിൾ അല്ല. ഫ്രീ ആയിട്ട് ഇപ്പം ഉം. ഗവൺമെന്റ് സ്കൂളിൽ പോവോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോവോ അങ്ങനത്തെ കാര്യങ്ങൾ അവർക്ക് കൊടുക്കാതിരിക്കുക, റൈറ്റ്? കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അവർ ഇന്ന എമൗണ്ട് ഓഫ് ടാക്സോ അങ്ങനെ എന്തെങ്കിലും ഒരു പേ ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ഇത്ര എക്കണോമിക്കലി അവർ കോൺട്രിബ്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ അവർക്ക് ഈ ബെനിഫിറ്റ്സ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. എഗെയിൻ മാനുഷികമായി പറയുമ്പോൾ ഇത് വളരെ ക്രൂരമായ ഒരു കാര്യമാണ്. ഹെൽത്തും എഡ്യൂക്കേഷനൊക്കെ എല്ലാവർക്കും ആക്സസബിൾ ആവേണ്ട കാര്യമാണ്. പക്ഷേ അതൊരു ബുദ്ധിമുട്ടായിട്ട് നേറ്റീവ്സ് തോന്നുന്നുണ്ടെങ്കിൽ മൈഗ്രേഷനെ പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. ഉം. മൂന്നാമത് നമ്മളൊരു പറയുന്ന കാര്യം കൾച്ചറാണ്, റൈറ്റ്? ഇപ്പോൾ കൾച്ചറലി അനേകം പ്രശ്നങ്ങൾ മൈഗ്രൻസ് ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് ഉണ്ടാകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതിന്റെ പ്രശ്നങ്ങളൊന്നും അത്രയും വലിയ പ്രശ്നങ്ങളല്ല, കുറച്ചൊക്കെ അത് ഊതിപ്പെരുപ്പിച്ച പ്രശ്നങ്ങളാണ്. പക്ഷെ എങ്കിലും കൾച്ചർ ഒരു പ്രശ്നമായി നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ പൊതുവെ കൾച്ചർ നമ്മൾ പറയുന്നത് ഇപ്പോൾ യു എസിലേക്ക് ഒരു പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ ആം, അവിടെ വരുന്ന ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല. അതുകൊണ്ട് അവരുടെ ഹോട്ടലുകളിലും അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകളിലൊക്കെ സ്പാനിഷിലൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് വരെയൊക്കെ സംസാരിക്കുന്നത് ഇംഗ്ലീഷുകാർ താമസിക്കുന്ന കൺട്രി ആണെന്നൊക്കെയാണ് യു എസിൽ ഉം. പൊതുവെ പറയുന്നൊരു കാര്യം. അപ്പം നമുക്കതിന് സൊല്യൂഷനായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു കൺട്രിയിലോട്ട് വരുന്നതിൻ്റെ മുമ്പ് ബേസിക് ഇംഗ്ലീഷ് പാസ്സാവണം എന്ന് നമുക്കൊരു കാര്യം വെക്കാം.
അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഹിന്ദി അറിയണം. അല്ലെങ്കിൽ കേരളത്തിലോട്ട് വരികയാണെങ്കിൽ ഒരു മലയാളം അറിയുന്നവർക്കേ പറ്റത്തുള്ളൂ. അപ്പോൾ അവർ മലയാളം പഠിക്കുകയോ അങ്ങനെ എന്തെങ്കിലും അവര് ചെയ്യട്ടെ. ഇപ്പം എന്തായാലും ഇവിടെ വന്ന ആൾക്കാര് മലയാളം പഠിക്കുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ബാർബർ ഷോപ്പുകളിലും അല്ലെങ്കിൽ നമ്മള് പോകുന്ന പല സ്ഥലങ്ങളിലും മലയാളം വളവഴ സംസാരിക്കുന്ന ഒത്തിരി അന്യദേശ തൊഴിലാളികൾ നമുക്കിവിടെയുണ്ട്. അപ്പം അതെ. അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെയുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ അതൊരു ഒരു ക്രൈറ്റീരിയ ആയിട്ട് വെക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് നമ്മള് വെക്കുകയാണെങ്കിൽ കുറെ പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മള് ബേസിക്കലി ഇത്രയും നേരം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ആൾക്കാർക്ക് തോന്നാൻ സാധ്യതയുള്ള പല പ്രശ്നങ്ങളും സോൾവ് ചെയ്യാനായിട്ടും വേറെ വഴികളുണ്ട്. നമ്മള് ഈ ഈ വഴികളിലൂടെ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്താലും മൈഗ്രേഷൻ കൊണ്ടുണ്ടാവുന്ന ബെനിഫിറ്റ്സ് അത്രയും വലുതാണ്. അതുകൊണ്ട് ആം, നമ്മള് വിചാരിക്കുന്ന പോലത്തെ അത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. നമുക്ക് തോന്നുന്ന പ്രശ്നങ്ങൾ നമ്മുടെ പെർസെപ്ഷനുള്ള എക്കണോമിക് പ്രോബ്ലം ആണെങ്കിലും, വെൽഫെയറിന് എടുക്കുന്ന കൾച്ചറിന്റെ പ്രോബ്ലം ആണെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാനുള്ള വർക്ക് അറൗണ്ട്സ് ഉണ്ടെന്നുള്ളതാണ് വേറൊരു കാര്യം. ഇതാണ് എനിക്ക് ജനറലി തോന്നിയിട്ടുള്ള കുറച്ച് സൊല്യൂഷൻസ് ആയിട്ടുള്ളത്. അപ്പൊ ബാൻസ് എന്ന് പറയുന്നത് സോണിൽ പറഞ്ഞതുപോലെ എപ്പോഴും ഒരു എക്സ്ട്രീം ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാത്തൊരു സംഭവമാണ്. എപ്പോഴും അത് എൻഫോഴ്സ് ചെയ്യാനും ഭയങ്കര പാടുള്ള ഒരു കാര്യമാണ്. ഇപ്പോ യുഎസിലൊക്കെ നമ്മൾ പറയുന്നത് പൊതുവെ ഈ ബോർഡറിലൊക്കെ ആൾക്കാരെ വെച്ചിട്ടാണ് ഇവര് മൈഗ്രൻസിന് വരുന്നത് പ്രിവെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബാൻ ചെയ്യുന്നത്. അപ്പൊ ഈ ബോർഡറിലൊക്കെ വെക്കുന്ന ആൾക്കാരുടെ പൈസ അവർക്കൊക്കെ വേണ്ടി ചെലവാക്കുന്ന പൈസ എന്നൊക്കെ പറയുന്നത് ഇൻലൻഡ് സെക്യൂരിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് FBI ക്കും അല്ലെങ്കിൽ CIA ക്കൊക്കെ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളൊക്കെ എത്രയോ വലിയ മടങ്ങ് പൈസ അവർ ബോർഡർ സെക്യൂരിറ്റിക്ക് വേണ്ടി ചെലവാക്കുന്നുണ്ട്. ഇപ്പൊ സോനിൽ പറഞ്ഞ പോലത്തെ എന്തെങ്കിലും സ്റ്റെപ്പ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും, കുറച്ചും കൂടി ചെറിയ പൈസയിൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഐഡിയാസ് നിങ്ങളുടെ അടുത്ത് എത്തിക്കുക മൈഗ്രേഷനെ പറ്റിയിട്ടുള്ള. എന്നിട്ട് നമ്മളൊന്ന് എല്ലാവരും പുനർചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രശ്നത്തിന് നമുക്ക് മാറ്റാൻ പറ്റുക. ഇതൊക്കെ again ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ട്രൈബൽ ടെൻഡൻസി എന്നൊക്കെ തുടങ്ങുന്ന ഒരു സംഭവമാണ്. അത് നമ്മളെ ശരിക്കും നമുക്ക് എക്കണോമിക്കലിയും അല്ലെങ്കിൽ കൾച്ചറലിയും ഒക്കെ ഗുണം ചെയ്യുന്ന കാര്യമാണ് മൈഗ്രേഷൻ എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഫീലിംഗ്, നമ്മളുടെ ഒരു ഒപ്പീനിയൻ. അപ്പൊ നമ്മൾ ഇതൊക്കെ ഒന്ന് മാറി ചിന്തിക്കുന്ന ഒരു ഐഡിയാസ് പറഞ്ഞു തരിക എന്നൊക്കെ ഉള്ളതാണ് ഈ ഒരു എപ്പിസോഡ് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ എല്ലാവർക്കും എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ബൈ.